ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ രാജൻ ഫ്രം പാറശാല. ആ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ദേവദാസനെ, എന്തൊക്കെയുണ്ട് വിശേഷം? കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ. കർത്താവിന്റെ ദാസനെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പ. ഞങ്ങളുടെ സാന്നിധ്യം ഈ പകൽക്കാലം ഞങ്ങളോട് കൂടെ ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ ദാസന ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുവാൻ എല്ലാ ദൈവകൃപയും ദൈവശക്തിയും പരിശുദ്ധാത്മാവിന്റെ ദാസന്റെ മേൽ പകർന്നാട്ട് കേൾക്കുന്ന ജനത്തിന് വലിയൊരു വിടുതലായി തീരുവാന്, ആത്മീക വർധനവായി തീരുവാന്, കർത്താവിനോട് അടുക്കുന്നതിന് മുഖാന്തരമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട് ഈ സാക്ഷ്യത്തിലൂടെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാന് കർത്താവ് ഇടയാക്കിയാട്ട് നെറ്റ്വർക്കിനെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തിൽ പൊതിഞ്ഞാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ പാറശാലയില് എവിടെയാണ്? ഞാനിപ്പോ താമസിക്കുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ പാറശാല പഞ്ചായത്തില് ചെറുവാരക്കോണം എന്ന് പറയും. ഓക്കെ. കർത്താവ് അവിടെ സഹായിക്കട്ടെ. കുടുംബമായിട്ടായിരിക്കുന്നുവല്ലോ അല്ലേ? അതെ. ഓക്കെ. കർത്താവിന്റെ പറയുന്ന സംഘടനയോട് ചേർന്ന് കർത്താവിന്റെ വേലയിലായി. ഓക്കെ. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന്റെ ദാസന് ജീവിതത്തിന്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ രാജൻ പറണ്ടോട് ഇന്ന് നിങ്ങളുമായി ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ എൻ്റെ സാക്ഷ്യം ഷെയർ ചെയ്യുവാൻ കർത്താവ് തന്ന വിലയേറിയ കൃപകൾക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ജീവനോടെ ആയിരിക്കുന്നതും നമ്മളെ ഇന്ന് സംസാരിക്കുന്നതെല്ലാം കർത്താവിന്റെ ഒരു കൃപയാണ്. ആമേൻ. എന്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കൊരു അപ്പനും അമ്മയും അമ്മയും ഞങ്ങൾ 5 മക്കളാണ്. എൻ്റെ അമ്മയുടെ കുടുംബ പശ്ചാത്തലം ഒരു മന്ത്രവാദി കുടുംബം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ അമ്മയുടെ കുടുംബം മുഴുവനും. എൻ്റെ അപ്പൻ്റെ കുടുംബവും ആമേൻ ഒരു വിഗ്രഹങ്ങളെ ആരാധിക്കുകയും സേവിക്കുകയും കുമ്പിടുകയും വീടിന്റെ മുറ്റത്ത് തന്നെ ക്ഷേത്രം വെച്ച് ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ ആരാധിച്ച് എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാൻ അതാണ് കാണാൻ തുടങ്ങിയത്. അങ്ങനെ ആ ഒരു അവസരത്തിലാണ് ആമേൻ എൻ്റെ അപ്പൻ്റെ നാട് തമിഴ്നാടും അമ്മയുടെ നാട് കേരളത്തിലുമാണ്. അപ്പൻ ജോലിക്ക് വേണ്ടി കേരളത്തിൽ വന്നിട്ടാണ് എൻ്റെ അമ്മയുടെ കുടുംബക്കാരെ പരിചയപ്പെട്ട് എൻ്റെ അമ്മയെ വിവാഹം കഴിച്ച് തമിഴ്നാട്ടിലേക്ക് വന്നു. അത്യാവശ്യം എൻ്റെ മാതാവിന്റെ കുടുംബത്തിനകത്ത് നല്ല സ്വത്തും ആസ്തിയും അന്തസ്സൊക്കെ ഉള്ള ഒരു കുടുംബം. പക്ഷേ അവര് മന്ത്രവാദത്തിന് എൻ്റെ പൂർവ്വപിതാക്കന്മാര് മന്ത്രവാദികളാണ്. മന്ത്രവാദത്തിന്റെ കെട്ടിൽ പിടിക്കപ്പെട്ട ജാതീയമാവുന്ന ആ ബന്ധനത്തിലായിരുന്ന ഒരു കുടുംബമാണ് എൻ്റെ മാതാവിന്റെ കുടുംബം. പക്ഷേ അപ്പനും കൂടി ആയപ്പോഴേക്ക് അവരുടെ അപ്പന്റെ ജീവിതവും അപ്പന്റെ കുടുംബ പശ്ചാത്തലവും ഒക്കെ ആയപ്പോഴേക്കും പ്രതികൂലങ്ങളുടെ അനുഭവത്തിലായിരുന്നു. പ്രശ്നങ്ങളുടെ ഒരു ആരംഭം അങ്ങനെ ആരംഭിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ടെങ്കിലും സന്തോഷം എന്തെന്ന് പറയുന്നത് ഇല്ലായിരുന്നു. ജീവിതത്തിൽ സന്തോഷമില്ല. നിത്യേന രോഗികൾ ഭാരപ്പെട്ട് എൻ്റെ അമ്മയുടെ മാതാവിന്റെ കുടുംബക്കാരെല്ലാവരും സഹോദരങ്ങൾ പലരും ജീവിച്ചിരിപ്പില്ല. വീട്ടുകാർ അമ്മയുടെ പൂർവ്വപിതാക്കന്മാർ മന്ത്രവാദം ചെയ്തു, ഒരുപാട് പേർക്ക് ദ്രോഹങ്ങൾ ചെയ്തു. മന്ത്രവാദം എന്ന് പറയുന്നത് ഒരു ദ്രോഹമാണല്ലോ. അത് ചെയ്ത് ഒത്തിരി പേരെ ആ നാട്ടിൽ നിന്ന് ഓടിക്കുകയും ഇവർ ജന്മികളായിട്ട് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. പക്ഷേ ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞപ്പോൾ തലമുറകളെ അത് ബാധിച്ചു. ഒത്തിരി പേര് തലയ്ക്ക് സുഖമില്ലാതാകുകയും അബോധാവസ്ഥകളും പ്രശ്നങ്ങളും വീട്ടിലെ സ്വസ്ഥതയില്ലായ്മയും
ഇങ്ങനെ വരുമ്പോഴാണ് അതിലൊരു പങ്ക് എൻ്റെ മാതാവിനുണ്ടായിരുന്നു. മാതാവിന് സുഖമില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഈ സുഖമില്ലാതായപ്പോൾ ഡോക്ടർമാര്, വൈദ്യന്മാര്, പലരും മന്ത്രവാദങ്ങൾ, പൂജകൾ ഇതൊക്കെയും ചെയ്തിട്ട് സുഖമില്ലാതായി. സുഖമില്ലാതെ അതേപടി ഇരട്ടി പ്രശ്നങ്ങൾ ഇരട്ടിയാകുന്നതല്ലാതെ ഒരു ഒരു കുറച്ചു പോലും അവർക്കൊരു മാറ്റമില്ലാത്തൊരവസ്ഥ. സുഖമില്ലാതെന്ന് പറയുമ്പോ എന്തോ അസുഖം? സുഖമില്ല എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഒരു തലയ്ക്ക് സുഖമില്ലാത്ത ഒരു അനുഭവം മനസ്സിലാവണം. അത് വരുമ്പോൾ പിന്നെ എന്തുവാ, ഓർമ്മയില്ലാതെ ആയി മണിക്കൂറുകളോളം കിടക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ആർക്കും തങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ പാരമ്പര്യ വസ്തുക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അപ്പൻ കുറേശ്ശെ കുടിച്ചു തീർക്കാൻ തുടങ്ങി. ടെൻഷൻ കാരണം കുടിച്ചു തീർത്തു. അവസാനം ഞങ്ങളെ എല്ലാവരെയും കൂടെ കൊണ്ടുവന്നു ഈ തമിഴ്നാട്ടില് അപ്പന്റെ നാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾ ഒരു റൂമിനകത്താണ്. ആ റൂമിനകത്ത് തന്നെ കിച്ചണും, ആ റൂമിനകത്ത് തന്നെ എല്ലാം അതിനകത്ത് തന്നെയാണ്. അതിനകത്ത് ഉറക്കവും കഴിപ്പും കുടിപ്പും എല്ലാം അതിനകത്ത്. പക്ഷേ ഞങ്ങൾ കൊച്ചുനാൾ മുതലേ കണ്ടു തുടങ്ങിയത് ഈ വിഗ്രഹങ്ങളെ ആരാധിച്ച് വീട്ടിന്റെ മുറ്റത്തിരിക്കുന്ന ക്ഷേത്രത്തില് പൂജയും വഴിപാടും നേർച്ചയും കാഴ്ചകളും ഉത്സവങ്ങളും ഇതൊക്കെ കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അതിൽ നിന്ന് ഭക്ഷിച്ചും കഴിച്ചും അപ്പൻ അതിനകത്ത് ഒരു ഭാഗമാക്കാവുന്ന കുടുംബക്ഷേത്രമാണ്. അപ്പൻ അതിനകത്ത് പൂജയും കാര്യങ്ങളും അപ്പനും അതിനോട് ചേർന്ന് അവരുടെ ഒപ്പം ജീവിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങോട്ടങ്ങോട്ട് ജീവിതത്തിലേക്ക് പോകുമ്പോൾ സമാധാനമില്ലാതെ, ലേശം പോലും സമാധാനമില്ലാതെ ഒരു കാലഘട്ടത്തിലേക്ക് ചെന്ന് തീർന്നപ്പോഴാണ് ഇനി ഞങ്ങള് മരണമല്ലാതെ വേറൊന്നുമില്ല, സ്വസ്ഥതയില്ലാതായി. അപ്പൻ കിടന്ന വസ്തുക്കളെല്ലാം വിറ്റ് എല്ലാം തീർത്തു, ഒന്നുമില്ലാതായി. അപ്പൊ അപ്പന്റെ ഷെയറുമായിട്ട് അവിടെ വസ്തുക്കളൊന്നും ഇല്ല. ഉണ്ടായിരുന്നെല്ലാം അവര് തീർത്ത് വിഗ്രഹങ്ങളെ സേവിച്ചും അതുപോലെ ഈ ഉത്സവങ്ങൾ നടത്തിയും ഇങ്ങനെ അതും തീർത്തു കഴിഞ്ഞതിന് ശേഷമാണ് അവസാനം ഞങ്ങൾ അറിയുന്നത് ഞങ്ങളൊന്നുമില്ലാത്ത മനുഷ്യരെ പോലെ അപ്പൻ ജോലിക്ക് പോയി കൊണ്ടുവരുന്നത് കഴിച്ച് അങ്ങനെ നടക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പേടിച്ച് ഒരു മൂലയിൽ പോയി ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ. ഇതൊക്കെ ഇങ്ങനെ ഞങ്ങളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ, ഒരു സഹോദരി, ഇത്തിരി മധ്യവയസ്കര് അവര് വന്ന് എൻ്റെ മാതാവിനോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഈ പ്രശ്നങ്ങളൊക്കെ മാറും, നിങ്ങൾ ദൈവത്തെ ആരാധിക്ക്. അപ്പൊ എൻ്റെ മാതാവ് പറഞ്ഞു, യേശു എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ ആളല്ലേ, അഥവാ ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ, യേശുവിന് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോ യേശു നിങ്ങളുടെ ദൈവമല്ലേ? അങ്ങനെ ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഈ ആന്റി പറഞ്ഞു, യേശു സകല മാനവ ജാതികൾക്ക് വേണ്ടിയാ മരിച്ചത്. യേശു എല്ലാവരുടെയും ദൈവമാണ്, എല്ലാവരുടെയും പാവങ്ങളെ രോഗങ്ങളെ ഒക്കെ ക്ഷമിക്കുന്ന ഒരു ദൈവമാണെന്നൊക്കെ പറഞ്ഞ് വിടുവിക്കുന്ന ദൈവമാണെന്ന് പറഞ്ഞു സുവിശേഷം പറയാം. അപ്പൊ യേശു ഈ ആന്റി അവിടെ ഇരുന്നിട്ട് പറയാ, എൻ്റെ അമ്മയോട് പറഞ്ഞു, നീ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചർച്ചിലേക്ക് ഇന്ന് 3 ദിവസം ഉപവാസം നടക്കുന്നു, ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്നു. അതിൽ വരുമ്പോൾ നിന്റെ അസുഖം മാറി, രോഗം മാറി, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം വരെ, ഈ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ എൻ്റെ അമ്മ ഇവരെ ഒഴിവാക്കാൻ വേണ്ടി ഈ സ്ത്രീയോട് പറഞ്ഞു, ശരി ഞാൻ വരാം, എപ്പോഴും റെഡിയായി നിൽക്കണം. അപ്പോൾ വൈകുന്നേരത്ത് റെഡിയായി നിൽക്കുക, ഒരു 5-5:30 മണിക്ക് റെഡിയാക്കി ഞാൻ വരാം, 6 മണിക്ക് ആരാധന കഴിഞ്ഞ് ആരാധനയ്ക്ക് പോകാമല്ലോ. അമ്മ അതിനു മുമ്പേ ആ വീട് വിട്ട് ഒളിച്ചു. കാരണം ഈ സ്ത്രീ വരുമെന്നുള്ളത് അമ്മയ്ക്ക് അറിയാമായിരുന്നു, മാറുന്നു. അപ്പോ വൈകുന്നേരം ആകുമ്പോൾ ഈ സ്ത്രീ വന്നതിന് ശേഷം അമ്മയെ അവിടെ കാണാനില്ല. മണിക്കൂറുകളോളം കാത്തിരുന്ന് അപ്പൊ അമ്മ വിചാരിച്ചു ഇവരിപ്പോ പോയി കാണും എന്ന് പറഞ്ഞ് പോയിട്ട് ഒളിച്ചിരുന്നിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ സ്ത്രീ അവിടെ തന്നെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്നിട്ട് ഇവരെന്തോ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അമ്മയും കൂട്ടിക്കൊണ്ട്, അമ്മയ്ക്ക് മനസ്സിലായി ഇവര് നമ്മളെ കൊണ്ടേ പോകത്തുള്ളെന്ന് മനസ്സിലായി. അങ്ങനെ അമ്മയും കൂട്ടിക്കൊണ്ട് നേരെ ചർച്ചിലേക്ക് ചെന്നു. ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ അമ്മ തലയിൽ തുണിയിട്ടിട്ട് ആരും കാണാതെയാ പോകുന്നത്. സാധാരണ എല്ലാവരും ആരാധനയ്ക്ക് വേണ്ടിയാണ് തുണിയിടുന്നത്. എൻ്റെ മാതാവ് തലയിൽ തുണിയിട്ടത് ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി ചർച്ചിന്റെ ഏറ്റവും പുറകിൽ ചെന്ന് ഒളിച്ചിരിക്കുമ്പോൾ, കാരണം ആരെങ്കിലും കണ്ട പ്രശ്നമാണ്, വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു കൊന്നുകളയും, ആ ഒരു ലെവലാണ്. അപ്പൊ അവരെല്ലാരും പൂജാരികളും വീട്ടിലാണെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും ഹിന്ദുക്കളാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നവരാണ്, അവരുടെ ദൈവത്തിൽ അവർ ഉറച്ചു നിൽക്കുന്ന ഒരു കുടുംബം. അപ്പോ അമ്മ ചെന്ന് ഏറ്റവും പുറകിലിരിക്കുമ്പോഴാണ് അന്ന് ശുശ്രൂഷിക്കാൻ വന്ന ദൈവദാസൻ ആത്മാവിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു, നിന്നെ മേൽ വ്യാപരിക്കുന്ന
ആ രോഗത്തെ ദൈവാത്മാവ് ശാസിക്കുന്നു. ആമേ. വർഷങ്ങൾ കൊണ്ട് എൻ്റെ മാതാവിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ പൈശാചിക രോഗം അല്ലെങ്കിൽ ആ ബന്ധനം ഈ ദൈവദാസൻ ആത്മാവിൽ കണ്ട് ഓടി വന്ന് എൻ്റെ മാതാവിന്റെ തലയിൽ കൈവച്ചു. ഫസ്റ്റ് ദിവസമാണ് ആദ്യമായിട്ട് സഭയ്ക്കകത്ത് കയറുക. ആ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മാതാവിന്റെ ശരീരത്തിൽ നിന്ന് ആ ബന്ധനം അഴിഞ്ഞുപോയി, ആ രോഗം അഴിഞ്ഞുപോയി. ആ നിമിഷം തന്നെ എൻ്റെ മാതാവ് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. എന്തോ ഒരു ബലം വരുന്നത് പോലെ, മാതാവ് പറയുന്ന എന്തോ ഒരു ബലം വരുന്നത് പോലെ തോന്നി. അതിനുശേഷം മാതാവ് ശക്തമായിട്ട് അന്യഭാഷയിൽ അഭിഷേകത്തിൽ ആരാധിക്കാൻ തുടങ്ങി. അന്ന് അന്യഭാഷയും പ്രാപിച്ചു, ദൈവകൃപയിൽ പ്രാപിച്ച് ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വരുമ്പോഴും മാതാവ് വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ അന്ന് കാണുകയാണ്, തലയിൽ തുണിയിട്ട് എന്തൊക്കെയോ പുള്ളിക്കാരെ അങ്ങ് പറയുക. അപ്പൊ എൻ്റെ മൂത്ത ചേട്ടനൊക്കെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് അസുഖം പിടിച്ചു, അതുകൊണ്ട് അമ്മ ഇവരെന്ത് ചെയ്യുന്ന പറയുമ്പോൾ ഈ വാക്കത്തിയൊക്കെ എടുത്ത് ഒളിച്ചൊക്കെ വെച്ചിരിക്കുക. കാരണം മണ്ണെണ്ണ വാക്കത്തി ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിരിക്കുക, കാരണം ഈ പ്രശ്നങ്ങളുള്ളത് കൊണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അമ്മ എന്തൊക്കെ സംസാരിക്കുന്നു. നമുക്ക് കേൾക്കുമ്പോൾ എൻ്റെ അമ്മ സംസാരിക്കുന്നത് വേറെന്തൊക്കെ ഈ പ്രാന്തന് സംസാരിക്കുന്ന അനുഭവം ഉണ്ടല്ലോ, ആ അവസ്ഥയിൽ എന്തൊക്കെ വിളിച്ചു പറയുക. അവരൊന്ന് പ്രാർത്ഥിക്കുക. രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. പക്ഷേ അമ്മ ഞങ്ങളെ വിളിച്ചിട്ട്, കുഞ്ഞെ മക്കളെ, ഞാൻ കരയുന്നത് യേശുപ്പൻ എന്നെ സൗഖ്യമാക്കി, യേശുപ്പച്ചൻ എന്നെ സൗഖ്യമാക്കി, എൻ്റെ മേലൊരു എന്തോ ഒന്ന് വന്നു, എനിക്കിപ്പോ ഭയങ്കര ഒരു ഉണർവുണ്ട്, മാറ്റമുണ്ട്, വ്യത്യാസമുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, ഇപ്പോ എനിക്കൊരു മാറ്റമുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, ഇത് അസുഖം വന്നതൊന്നും അല്ല, യേശു എന്നെ സൗഖ്യമാക്കി, പൂർണ്ണമായി സൗഖ്യമാക്കി. പിന്നെ രഹസ്യമായി എൻ്റെ മാതാവ് സഭയിൽ പോകാൻ തുടങ്ങി. ആരും അറിയാതെ സഭയിൽ കടന്നു ചെല്ലാൻ തുടങ്ങി, ഞങ്ങളെയും കൊണ്ടുപോകാൻ തുടങ്ങി. ഞങ്ങള് ഏറ്റവും ഇളയവൾ കൈക്കുഞ്ഞ, ഞങ്ങളെയും കൊണ്ട് ആരാധനയ്ക്ക് അമ്മ പോകാൻ തുടങ്ങി. അപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾ അവിടെ വിളക്ക് കത്തിക്കാനോ അല്ലെങ്കിൽ അതിനകത്തോട്ടൊന്നും കയറരുത്, അവിടെ നിന്ന് തരുന്ന ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. അപ്പോ ആ ഒരു ലെവലിലേക്ക് വന്നപ്പോഴേ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷമത്തിലായി. വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങള് അമ്മയുടെ പാത പിന്തുടർന്നു. അമ്മ പോകുന്ന പാത പിന്തുടർന്നിട്ട് അമ്മയോട് പറഞ്ഞു, ശരി അമ്മ പറയുന്ന പോലെ കേട്ടു. അമ്മയുടെ അവസ്ഥകളൊക്കെ ഞങ്ങൾക്കറിയാം, കുഞ്ഞുനാളിലെ അവസ്ഥകൾ. അപ്പോൾ പിറ്റേ ദിവസം മുതൽ സഭയിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി, ചർച്ചിൽ പോകാൻ തുടങ്ങിയ നാൾ മുതൽ പിന്നീട് ഈ ക്ഷേത്രത്തിന് പോവുകയോ അതിനകത്തുനിന്ന് വല്ല ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ അവർ വരുന്ന പൊങ്കാലയോ കാര്യങ്ങളോ ക്ഷേത്രത്തിന്റെ നടയിലോ പോവാതെ, ഞങ്ങളെ വിളിച്ചാലും ഞങ്ങൾ പോകാതെ. അമ്മ ഞങ്ങളെ പഠിപ്പിച്ച അത് പിശാചാണ്, അത് വിഗ്രഹമാണ്, അതിന് ബലമില്ല, അതിന് ശക്തിയില്ല. അങ്ങനെ അതിനെ സേവിക്കുന്നവര് മൂഢന്മാരാന്നൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ ആ ഏരിയയിൽ പോകാൻ തുടങ്ങിയില്ല. പിന്നെ സൺഡേ സ്കൂളിൽ പോകാൻ തുടങ്ങി, സഭയ്ക്ക് പോകാൻ തുടങ്ങി. ഇത് രഹസ്യമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അപ്പൻ നാൾക്ക് നാള് മദ്യപാനം കൂടിക്കൊണ്ടേയിരുന്നു. രഹസ്യമായി ഞങ്ങൾ പോയത് പരസ്യമായി, നാട് മുഴുവനും പരസ്യം. അപ്പനെ എൻ്റെ അമ്മയെ പിടിച്ച് ഉപദ്രവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞു നീ പോകരുത്. അമ്മ പറഞ്ഞില്ല, ഞാൻ ഇത്രയും നാളെ കഷ്ടപ്പെട്ടിട്ട് എനിക്കിപ്പോഴാണ് സൗഖ്യം ലഭിച്ചത്. പലതും ചെയ്തിട്ടും വിടുതലില്ലാതെ ഞാൻ ഭാരപ്പെട്ടു, പക്ഷെ ഇപ്പോൾ എനിക്ക് സൗഖ്യം വന്നു, യേശു എന്നെ വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു. നീ ആരെതിർത്താലും ഞാൻ പോകും. പിന്നീട് നീ പൊക്കോ, പിള്ളാരെ കൊണ്ടുപോകും. അവരെൻ്റെ കൂടെ വരുമെങ്കിൽ ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ പക്ഷത്തായിരുന്നത് കൊണ്ട് അപ്പൻ ഞങ്ങളെ പട്ടിണിക്കിടാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം തരാതെയായി, വിലക്കായി. ഇവള് പട്ടിണി കിടന്നാലേ ഇവള് പഠിക്കത്തുള്ളൂ. അതുകൊണ്ട് വീട്ടിൽ ആഹാരം തരാതെയായി, മൊത്തത്തില് ആഹാരമില്ലാതാക്കി. ഞങ്ങൾക്ക് ആ ഭക്ഷണം ഇല്ലാതെ നിരാശപ്പെട്ടു. ബന്ധുക്കളോടൊക്കെ പറഞ്ഞു, അപ്പന്റെ അമ്മയോട് സഹോദരി ഒരാളുണ്ട്, അവരോടൊക്കെ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കരുത്. അങ്ങനെ പട്ടിണിയിലെ വക്കോളം ഞങ്ങളെത്തി. ഞങ്ങൾക്ക് കിട്ടുന്ന ആഹാരം എന്ന് പറയുന്നത്, സഭയിൽ പോകുമ്പോൾ അന്നത്തെ കാലത്ത് ആരാധന കഴിഞ്ഞിട്ട് കടല തരുമായിരുന്നു, കടലയും കട്ടക്കാപ്പിയും. അത് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ വരും, പച്ചവെള്ളം കുടിച്ച് വിശപ്പടക്കും. ഒത്തിരി നാള് പട്ടിണിയിടും. പിന്നീട് ഇപ്പൊ അമ്മയുടെ വിശ്വാസം എൻ്റെ മാതാവിന്മേൽ ഉറച്ചു വന്നതുകൊണ്ട് എൻ്റെ അപ്പൻ ഉപദ്രവം തുടങ്ങി, എൻ്റെ അമ്മയെ അടിക്കാൻ തുടങ്ങി. തലമുടിയിൽ ചുറ്റി പിടിച്ചിട്ട് അവിടെയൊക്കെ ഇട്ട് വലിച്ചഴച്ച് ചവിട്ടുക, അടിക്കുക, ഈ ലെവലിലേക്ക് വന്നു. അമ്മയെ തലമുടിയിൽ പിടിച്ചിട്ട് വലിച്ചഴയ്ക്കുമ്പോ എൻ്റെ അമ്മ യേശുവേ എന്നുള്ള വിളി, വേറെ ഒന്നും വിളിക്കത്തില്ല, യേശുവേ എന്നുള്ള വിളി ഇവിടെ.
എൻ്റെ അപ്പന്റെ അനുജത്തി എൻ്റെ ആന്റി, അവരൊരു മുണ്ടിയാണ്, നടക്കാൻ പറ്റത്തില്ല, സ്വാധീനമില്ലാത്ത ഒരു സ്ത്രീ. എൻ്റെ അമ്മയുടെ പുറകിലൂടെ മിണ്ടാതെ എഴുന്നേറ്റ് വന്നിട്ട് തടിയെടുത്ത് തലയ്ക്കടിച്ചു. ഒരു ദിവസം എൻ്റെ അമ്മയെ ചാണാക്കുഴിയിലേക്ക് തള്ളിവിട്ടു, മരിക്കട്ടെ എന്ന് പറഞ്ഞു. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വന്നു. അതിനുശേഷം ഞങ്ങൾ ആരാധന എന്നപ്പോൾ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ, പട്ടിണി സഹിക്കാൻ വയ്യാതെ, ആ ദേശത്തിലുള്ള ആരും ഞങ്ങൾക്ക് ഭക്ഷണം തരാതെ, എൻ്റെ അമ്മ ജോലിക്ക് പോകേണ്ടില്ല. ഈ പാടങ്ങളിലൊക്കെ പോയി നെല്ല് കൊയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ആ നെല്ല് കൊണ്ടുവന്ന് പുഴുങ്ങി വേവിച്ച് ഞങ്ങൾക്ക് ആഹാരമാക്കി തന്ന് ഞങ്ങൾ അത് കഴിച്ചിട്ട് കിടക്കും. അത് കഴിക്കാനിരിക്കുമ്പോൾ അത് തൂക്കിയെടുത്ത് ദൂരെ എറിയും പുള്ളി വന്നിട്ട്. പട്ടിണിയുടെ മേൽ പട്ടിണി. ഇന്ന് ഞാൻ ഓർക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ വിശന്ന് കരയുമ്പോൾ അപ്പന്റെ സഹോദരി വന്നിട്ട് ഈ വലിയൊരു കലത്തിനകത്ത്, ഒരു പാത്രത്തിനകത്ത് നിറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് രസം ഒഴിച്ച് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. ഞങ്ങൾ ആർത്തിയോടെ ഇത് കുടിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ അടിയിൽ കിടക്കുന്ന ചോറ് വാരി കഴിക്കാനാണ്. പക്ഷെ ഒന്നും കാണത്തില്ല. അങ്ങനെ വിശപ്പടക്കി ഇങ്ങനെ പട്ടിണി കിടന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിച്ച എൻ്റെ അമ്മ പറഞ്ഞു, ഈ ദൈവം അല്ലാതെ നമുക്ക് വേറൊരു ദൈവം ഇല്ല ആശ്രയിപ്പാൻ. അമ്മ ശരിക്കും ഒരു വിശ്വാസിയായി മാറി, ഒരു തീഷ്ണതയുള്ള ഒരു ദൈവ പൈതലാക്കി മാറി. അത് കഴിഞ്ഞിട്ട് പട്ടിണിയുടെ പിരിമുറുക്കമായപ്പോ തൊട്ടടുത്ത്, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു പട്ടാളക്കാരന്റെ വീടുണ്ട്. അദ്ദേഹത്തിന് ഒത്തിരി ഈ മൃഗങ്ങളുണ്ട്, പശുക്കളുണ്ട്, ഈ വയറ് കൂട്ടാനൊക്കെ ഉള്ള മൃഗങ്ങളുണ്ട്. അപ്പൊ അവരെ വീട്ടിന്റെ ഒരു സൈഡിലായിട്ട് ഈ പശുത്തൊട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഇപ്പോഴും പല വീടുകളിലില്ല. അത് പശുക്കൾക്ക് പിണ്ണാക്കൊക്കെ കഴിക്കി അവിടുത്തെ കാടിയൊക്കെ കൊണ്ട് കഴിക്കുന്ന സ്ഥലം. അതിനകത്ത് ആ പഞ്ചായത്തിലുള്ള സകല വേസ്റ്റും, തലേ ദിവസത്തെ ഫുഡ് വേസ്റ്റ് വരുന്നത് അവിടെയാ കൊണ്ട് ഇടുന്നത്. പക്ഷെ ഞാനും എൻ്റെ സഹോദരങ്ങളും വിശന്ന് എത്രയോ ദിവസം വിശന്ന് തളർന്നിട്ട് ആ കാടിത്തൊട്ടിക്കകത്ത് നിന്ന് ഭക്ഷണം വാരി കഴിച്ചിട്ടുണ്ട്, വിഴിഞ്ഞ് കഴിച്ചിട്ടുണ്ട്. പക്ഷേ അന്ന് അത് കഴിച്ചുവെങ്കിൽ ഇന്ന് രാജകീയമാവുന്ന ഭക്ഷണം കർത്താവ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ പറയുന്നത്. ഞങ്ങൾ കടന്നു വന്ന ഒരു പാതകളെ ഓർക്കും. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയും? ഒന്നിനും വേർപിരിക്കാൻ, പട്ടിണിയോ നഗ്നതയോ കഷ്ടമോ ദുഃഖമോ എന്തു വന്നാലും, മരണം വന്നാൽ പോലും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. അതൊരു ബന്ധമാണ്, അത് വേർപിരിക്കാൻ കഴിയും. അപ്പൊ ഒത്തിരി നാള് അങ്ങനെ ആ തൊട്ടിക്കുഴിയിൽ നിന്ന് ഭാര്യ ഭക്ഷിച്ചിട്ടുണ്ട്, വിശപ്പടക്കിയിട്ടുണ്ട്. കഴിക്കേണ്ട സമയത്തൊന്നും ഞങ്ങൾക്ക് ആഹാരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യാവസ്ഥ. പിന്നെ എൻ്റെ അപ്പന്റെ ഉപദ്രവം വളരെ കൂടുതലാണ്. ആ ദേശത്ത് ഞങ്ങൾ മരിക്കേണ്ട അവസ്ഥ, ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ആ ദേശത്തുനിന്ന് വിട്ടുപോകണം. ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പറ്റാത്ത ഒരു നിലപാട്. ഞാൻ ഇന്നും ഓർക്കുന്നു, എൻ്റെ അമ്മ രാത്രിയിൽ ഒരു സന്ധ്യാസമയത്ത് വീട്ടിൽ കിടന്ന കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ, വലിയ പാത്രങ്ങളെല്ലാം പിറക്കി, വർഷങ്ങൾക്ക് മുമ്പെയാണെന്ന് ഓർക്കണം, എനിക്കൊന്ന് 42 വയസ്സുണ്ട്. ആമേ. അപ്പൊ ആ സമയങ്ങളില് ആ പാത്രങ്ങളൊക്കെ പിറക്കി അടുത്തുള്ള വീടുകളിൽ കൊണ്ടുവന്ന് കിട്ടിയ കാശിനൊക്കെ കൊടുത്തതിന് ശേഷം ഒരു പഴംതുണി, ഒരു തുണി എടുത്തിട്ട് ഞങ്ങളുടെ കുറെ പഴംതുണി അതിനകത്ത് വാരി വെച്ച് കെട്ടി റെഡിയായിട്ട് അപ്പൻ കുടിച്ച് ഫിറ്റായി രാത്രി ഉറങ്ങുക. ഇതിനു മുമ്പേ പിന്നെ പല പ്രാവശ്യം എൻ്റെ അപ്പൻ എന്ത് ചെയ്യുമെന്ന് അറിയാം, ഒരു അപ്പനും ചെയ്തിട്ടില്ലാത്ത കാര്യം മക്കളോട് എൻ്റെ അപ്പൻ ചെയ്തിട്ടുണ്ട്. രാത്രിയില് ഞങ്ങൾക്ക് ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുമ്പോ അപ്പന്റെ സഹോദരി ഭക്ഷണം കൊണ്ടുവന്ന് എന്തെന്നറിയാമോ വയ്ക്കുമ്പോ ഞങ്ങൾ ഈ മണം കൊണ്ട്, ഈ ഭക്ഷണത്തിന്റെ മണം കൊണ്ട് വരും എഴുന്നേറ്റ്. എൻ്റെ അപ്പൻ എന്തെന്ന് പറയാം, വിളക്ക് ഊതി അണച്ചിട്ട് ആ ഇരുട്ടത്തിരുന്ന് വാരി കഴിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന അനുഭവങ്ങൾ ഒരുപാട് നാളുകളും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു അപ്പൻ, അതാണ് ബൈബിൾ. പെറ്റതള്ള തന്റെ കുഞ്ഞിനെ മറന്നാൽ, അപ്പൻ മറന്നാലും അമ്മ മറന്നാലും മറക്കാത്ത ഒരേ ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, എൻ്റെ അമ്മ ഒരു തീരുമാനമെടുത്ത്, ഇനി അവിടെ കിടന്നാൽ രക്ഷയില്ല, മരിക്കും. ഞങ്ങള് രാവിലെ വെളുപ്പിന് എൻ്റെ അപ്പൻ ഉറക്കമെഴിക്കുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഈ കെട്ടിവെച്ചിരിക്കുന്ന തുണിയും എടുത്ത് അവിടെ വിട്ട് പുറത്തിറങ്ങി. ഞങ്ങൾ 5 പേരെയും ആരുടെയും അപ്പനപ്പോഴ് ഈ മദ്യപിച്ചിട്ട് എൻ്റെ ഹാങ് ഓവർ മാറാതെ കിടന്നുറങ്ങുക.
ഞങ്ങൾ എല്ലാവരും ഉറക്കൊഴിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മ ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി പുറത്തു കൊണ്ടുവന്ന് ആ ഇരുട്ടത്തൂടെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡിൽ വന്ന് ഫസ്റ്റ് ബസ്സിന് കയറി റെയിൽവേ സ്റ്റേഷൻ വരെ വന്നു. മാർത്താണ്ഡം എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറുക. ഞങ്ങൾക്ക് എവിടെ പോകണമെന്നൊന്നും അറിയത്തില്ല. അമ്മയുടെ കൂടെ ഞങ്ങളും പോവുക. ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറി ട്രെയിനിൽ കയറുന്ന സമയത്ത് അമ്മ അങ്ങ് കരയുക. എന്താ വിഷയമെന്ന് വെച്ചാൽ ഇനി പോകാൻ ഒരിടവും ഇല്ല, 1 സെന്റ് സ്ഥലവും ഇല്ല. ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടായിരുന്ന എല്ലാം അപ്പൻ തീർത്തു, വിളിച്ചു തീർത്തു. ഒന്നും സമ്പാദ്യമില്ല. എങ്ങോട്ട് പോകണമെന്നറിയാതെ എൻ്റെ മാതാവ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ട്രെയിനിൽ നിന്ന് ഒരു നിമിഷം എൻ്റെ മാതാവ് ഈ 5 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ എന്ത് ചെയ്യും? ഒരു നിമിഷം പ്രാപിച്ച കൃപകളെല്ലാം മറന്നിട്ട് ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി ഞങ്ങൾ 5 പേരെയും വലിച്ചെറിഞ്ഞിട്ട് മരിക്കാമെന്നുള്ള രീതിയിൽ എൻ്റെ മാതാവ് ട്രെയിനിന്റെ ആ ഡോറിന്റെ അടുക്കലേക്ക് വന്ന് പലപ്പോഴും എൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളെയും കൊല്ലും, ഞാനും മരിക്കും, ഞങ്ങളെ പേടിപ്പിക്കുന്ന ആ അവസ്ഥയിലേക്കാണ് വന്നിരുന്നത്. അപ്പൊ എൻ്റെ രണ്ടാമത്തെ ചേട്ടനെ തൂക്കിയെടുത്ത് ട്രെയിനിൽ നിന്ന് വലിച്ചെറിയുമ്പോൾ അവൻ കിടന്ന് വിളിച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ ബ്രദർ വിളിക്കുക, അമ്മയെ ഞങ്ങളെ കൊല്ലല്ലേ, ഞങ്ങള് ജീവനോടെ ഇരുന്ന അമ്മയെ പൊന്നുപോലെ നോക്കിക്കോളാം. അങ്ങനെ പറയുമ്പോൾ ഞങ്ങളുടെ കരച്ചിൽ, അപ്പൊ ഒരാൾ കരഞ്ഞു തുടങ്ങിയപ്പോ ഞങ്ങളെല്ലാം കൂട്ടക്കരച്ചിൽ. ആ കമ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ വന്നിട്ട്, നിങ്ങൾ എന്തിനാ ഈ വിഷമിക്കുന്നേ? നിങ്ങൾക്ക് 5 മക്കള്, ആൺമക്കളല്ലേ, അവര് നല്ലവണ്ണം നോക്കും, നിങ്ങൾ ഇവരെ നോക്കിയാൽ മതിയല്ലോ, അവരെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളും. എന്തോ എൻ്റെ അമ്മയ്ക്ക് ഒരു മനസ്സാവ് നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് മാർത്താണ്ഡത്തുനിന്ന് തിരുവനന്തപുരം വരെയും ട്രെയിനിൽ യാത്ര ചെയ്തു. ഇരുന്ന പൈസയ്ക്ക് അവിടെ വന്ന് ട്രിവാൻഡ്രത്ത് വന്നിറങ്ങിയിട്ട് ഞങ്ങള് തൊട്ടടുത്തുള്ള KSRTC സ്റ്റാൻഡിൽ പോയി അവിടെ ഒരു ക്യാൻറ്റീനിൽ കയറി 10 രൂപയുടെ ഒരു ഊണ്, അന്ന് 7 രൂപ എന്തുവാണ്, 10 രൂപ എൻ്റെ മാതാവിന്റെ കയ്യിലുണ്ട്. 7 രൂപയ്ക്ക് ഒരു ഊണും കഴിച്ചിട്ട് ഒരു ഊണ് ഞങ്ങൾ 6 പേര്, 5 മക്കളും അമ്മയും കഴിച്ചു. ആ ഹോട്ടലിലെ സപ്ലയർ ഞങ്ങളുടെ പ്രാളം ആർത്തിയും കണ്ടിട്ട് പുള്ളി ചോറിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. അതും കഴിച്ചിട്ട് ഞങ്ങള് അവിടെ നിന്ന് 50 കിലോമീറ്റർ ഞങ്ങൾ നടന്നു. എൻ്റെ അമ്മ പറയും, അപ്പുറത്താ നമ്മുടെ ബന്ധുവിന്റെ വീട്, ഒരു 2 വളവ് കഴിയുമ്പോൾ 2 ടേണിങ് കഴിയുമ്പോൾ നമ്മുടെ വീടെത്തി. അപ്പൊ ഒരു അനുജത്തിയുടെ വീട് ലക്ഷ്യമാക്കി പോവുക. നടന്ന് 50 കിലോമീറ്ററോളം നടന്ന് ഒരു സന്ധ്യാസമയമായപ്പോ, അന്ന് സന്ധ്യയായപ്പോൾ ഒരു 6-6:30 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു, ഒരു വീടിന്റെ മുറ്റത്ത് ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ കണ്ടിട്ട് അവിടെ എൻ്റെ ഒരു പെൺകുട്ടി കിടന്നു വന്നിട്ട് ചോദിച്ച്, ആ വീട്ടിൽ ചെന്ന് വെളിയിൽ വന്ന് നോക്കിയിട്ട് ഓടി ചെന്നിട്ട് പറഞ്ഞു, പിന്നെ ഈ ഒട്ടര് വന്ന് നിൽക്കുക. ഒട്ടരെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ റോഡ് സൈഡിലേക്ക് നാടോടികൾ വന്ന് കിടക്കുക, എന്തെങ്കിലും കൊടുത്തു വിടണം എന്നിങ്ങനെ പറഞ്ഞു. ആ കൊച്ചു പോയപ്പോ അവരുടെ അമ്മ പൈസയായിട്ട് വെളി വന്നപ്പോ എൻ്റെ അമ്മയെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് അങ്ങ് കരയാൻ തുടങ്ങി. കാരണം വന്നത് അനുജത്തിയാണ്. അപ്പൊ കരഞ്ഞ് ഞങ്ങൾ ഓടി ആ വീട്ടിനകത്തോട്ട് കയറി ഞങ്ങളെ പിടിച്ചെടുത്ത് ഞങ്ങൾ വിശന്ന് വയ്യ, കഴിച്ചു, എന്തെങ്കിലും തന്നു. അന്ന് സന്ധ്യ ആയപ്പോഴേ ഒരു 8-8:30 മണിയായപ്പോ ആ വീട്ടിലെ കുടുംബനാഥൻ വന്നിട്ട് എൻ്റെ അമ്മയെ പുതിയ അങ്ങ് ദേഷ്യപ്പെട്ടു, തെറിയൊക്കെ വിളിച്ച്. അവര് കൊടും വിഗ്രഹങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ. നീ യേശുവിനെ അറിഞ്ഞിട്ട് യേശു ഒന്നും തന്നില്ലയോ? യേശുവിന്റെ ആൾക്കാരൊന്നും തന്നില്ലേ? കിടന്നതെല്ലാം വിച്ചു പിറക്കിയില്ലേ? ഇനി യേശുവിനോട് ചോദിക്കുക, എൻ്റെ വീട്ടിൽ നാളെ ഇവിടെ ഉണ്ടായിരുന്നാൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊല്ലും, അല്ലെങ്കിൽ പിറക്കി കിണറ്റിൽ വാരിയെറിയും. ഒരു കുടിച്ചിട്ടുള്ള ഒരിതാണ്. നേരം പുലർന്നപ്പോ ഞങ്ങൾ അന്ന് രാത്രി മുഴുവനും ഉണരുന്നു, പുറത്തിരുന്ന് കരഞ്ഞു ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് തിരിഞ്ഞു. എങ്ങനെയൊക്കെ നേരം വെളുപ്പിച്ചു, പുലർപ്പിച്ചു. പിറ്റേ ദിവസം അവിടെ നിന്ന് വേറൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടു. പക്ഷെ അവർക്കൊക്കെയും വസ്തുക്കളുണ്ട്, 2 സെന്റെങ്കിലും തന്നു ഞങ്ങളെ എവിടെയെങ്കിലും ഇരുത്താം. പക്ഷെ അവരൊറ്റ കാരണം കൊണ്ട്, യേശുവിനെ അറിഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളെ പല വീടുകളാണ്. എൻ്റെ മാതാവ് പൂച്ചക്കുഞ്ഞുങ്ങളെ പറക്കിക്കൊണ്ട് നടക്കുന്നത് പോലെ ഞങ്ങൾ, മാന്യതയില്ല, നല്ലൊരു വസ്ത്രമില്ല, കുളിക്കാൻ സോപ്പില്ല, അലക്കാനും സോപ്പില്ല, വല്ലാത്തൊരു ലെവലില് തലയിൽ തേക്കാൻ എണ്ണയില്ല, വല്ലാത്തൊരവസ്ഥയിൽ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കയ്യിലും ഒന്നുമില്ല. അവരുടെ ചെലവിൽ മറ്റൊരു വീട്ടിൽ കൊണ്ടാക്കി, അവരുടെ അനിയത്തിയുടെ വീട്. അവിടെ 2 കുഞ്ഞുങ്ങളാണ്.
അവര് ആഹാരം കൊടുക്കുമ്പോൾ ഞങ്ങൾ അത് പിടിച്ചു വാച്ച് കഴിക്കും. അപ്പൊ ഞങ്ങൾ വിശന്ന് തളർന്നിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് പിടിച്ചു വാച്ച്, അത് അവർക്കൊരു ഇറിറ്റേഷനും ശല്യമായി മാറിയപ്പോൾ അവര് ഞങ്ങളെ പുറത്തിറങ്ങി. അവർക്ക് ഒരു ചെറിയൊരു ചായക്കടയും അത് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവര് ഞങ്ങളെ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങി. ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു ബന്ധുവിന്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോകുമ്പോൾ ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ല, പഠിപ്പ് തീർന്നു, പഠിക്കാനുള്ള ഒരു അവസരമില്ല. ജോലിക്ക് വേണ്ടി രാവിലെ എഴുന്നേറ്റ് പോയി പാറ അടിക്കും. എൻ്റെ അമ്മ പാറ ചല്ലി അടിക്കും. അതിന്റെ കൂട്ടത്തിൽ എൻ്റെ ചേട്ടന്മാര് സഹായിക്കും. ഞങ്ങളും കൂടെ അവിടെ കൂടെ, ഞാനും എൻ്റെ അനുജന്മാരും കൂടെ, എൻ്റെ ഏറ്റവും ഇളയവനെ തൊട്ടിൽ കെട്ടി ഒരു മരത്തിൽ കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ അകത്ത് തന്നെ കിട്ടുന്ന എന്തെങ്കിലും വെച്ച് കഞ്ഞി ഉണ്ടാക്കി ആ പാറയുടെ ആ പാറ പണിയുന്നെടുത്ത് അവിടെ കഞ്ഞി ഉണ്ടാക്കി ഞങ്ങൾ കുടിക്കും. അമ്മ ജോലി ചെയ്യും. ആ സ്ത്രീ അനുഭവിച്ചതുപോലൊരു വേദന ഈ ഭൂമിയില് എൻ്റെ മാതാവ് അനുഭവിച്ചതുപോലൊരു വേദന വേറെ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിറ്റിയല് ചള്ളി അടിക്കാൻ അറിയത്തില്ല. ഈ കൈയെല്ലാം ചിറ്റിയല് കൊണ്ട് അടിച്ച് കൈയെല്ലാം പൊട്ടിച്ച്, കൈയെല്ലാം പൊട്ടി ബ്ലഡ് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക. അതേ തുണി കൊണ്ട് കെട്ടിയിട്ട് പിറ്റേ ദിവസവും പോകും. അങ്ങനെ വേറൊരു ബന്ധുവിന്റെ വീട്ടില് കുറച്ചു ദിവസം അവിടെയും കിടക്കുമ്പോൾ ആ കുടുംബനാഥ മദ്യപാനിയ. അവർക്കും പറയാനുള്ള എങ്ങനെയാണ്, നിങ്ങളെ സ്നേഹിച്ച ദൈവം നിങ്ങൾക്കൊന്നും തന്നില്ലേ? നിങ്ങളെ പുറത്താക്കിയില്ലേ? കിടന്നതെല്ലാം വിറ്റില്ലേ? ഇനി എന്തിനാ ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നത്? ഒരു കണക്കിന് പറഞ്ഞാൽ അവര് പറയുന്നത് സത്യമാണ്. ഞങ്ങൾ അവരെടുക്ക ശല്യത്തിനാ പോയത്. ഒരു ദിവസം ഇന്നും ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ ജോലി കഴിഞ്ഞ് വന്ന് ആ വീട്ടിന്റെ അടുക്കളയില് കിച്ചണില് കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കഞ്ഞി വെന്നു, അവർക്ക് സെപ്പറേറ്റ്. ഞങ്ങൾക്ക് കഞ്ഞിയും ചമ്മന്തിയും ഒക്കെ ആയിരിക്കും. കഞ്ഞിയും ചമ്മന്തി കാണത്തില്ല, ചിലപ്പോ ഉപ്പ് ഒഴിച്ചായിരിക്കും കഴിയും. അതിങ്ങനെ അടുപ്പത്ത് തിളച്ചുകൊണ്ടിരിക്കുമ്പോ ഈ കുടുംബനാഥൻ ദേഷ്യത്തോടെ കുടിച്ചിട്ട് വന്നിട്ട് ഈ കഞ്ഞി അതോടെ കലത്തോടെ എടുത്തോണ്ട് റോഡിന്റെ സൈഡില് വെച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ 5 മക്കളും കൂടെ ഇതിനകത്ത് വിഷം കലക്കി കുടിച്ചിട്ട് ചത്ത് കളയാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഭാരമാവാതെ മരിച്ചു കളയാൻ പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് എൻ്റെ 2 ചേട്ടന്മാരും ആ കഞ്ഞിയെടുത്ത് എൻ്റെ അമ്മയെ തൂക്കി ഇരുന്ന പഴംതുണി ആ പാത്രങ്ങളൊക്കെ എടുത്തു അവിടെ നിന്ന് കുറച്ച് മാറി റോഡ് സൈഡില് ഒരു കടയുടെ വരാന്തയിൽ, എനിക്ക് തോന്നുന്നത് ഒരു 8-9 മണിയാവും, വരാന്തയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾക്ക് പകുതി വെന്ത കഞ്ഞി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വിളമ്പി തന്നിട്ട് എൻ്റെ അമ്മ അങ്ങ് കരയാൻ തുടങ്ങി. ആ കണ്ണുനീരും ആ കരച്ചിലും ആ കിടക്കയും വർഷങ്ങളോളം ആ കടവരാന്തയുടെ തിണ്ണയിൽ ഞങ്ങൾ കിടന്നു. ഞങ്ങളുടെ ബന്ധുക്കൾ, ഞാൻ പറഞ്ഞില്ലേ ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ ബന്ധുക്കൾ, അവര് രാത്രിയിലെ ഫുഡ്, ബാലൻസ് വരുന്ന ഫുഡ് ഞങ്ങളുടെ മുന്നിലൂടെ കൊണ്ടുപോയി. ഞങ്ങൾ വിശന്ന് തളർന്നിരിക്കുമ്പോ അതിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുന്നിൽ നിന്ന് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കും. ആ ഒരു ലെവലിലേക്ക് മാറി. ഞങ്ങൾ രാത്രിയില് കഞ്ഞി ഉണ്ടാക്കി, അവിടെ ആ റോഡ് സൈഡിൽ കഞ്ഞി ഉണ്ടാക്കി ഞങ്ങളുടെ പാത്രങ്ങള്, ചിലപ്പോ നായ്ക്കൾ രാവിലെ വന്ന് പട്ടി വന്ന് ഈ പാത്രങ്ങളെല്ലാം പിറക്കിക്കൊണ്ടുവരും. രാത്രി സന്ധ്യയ്ക്ക് വന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിറക്കിക്കൊണ്ടുവരും. ആ ഒരവസ്ഥയിൽ ഞങ്ങളെ കാണുമ്പോൾ പലരും ചിരിക്കും. ഞങ്ങളുടെ അവസ്ഥ കണ്ട് ഞങ്ങളൊക്കെ ചിരിക്കും. ചിരിച്ചപ്പോ പലരും പറഞ്ഞു, ഈ ഹിന്ദു ട്രസ്റ്റുകൾ ഒരുപാടുണ്ട് ആ സമയത്ത്. അപ്പൊ അവരെയൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് ഈ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. അപ്പൊ എൻ്റെ അമ്മ പറയും, ഇല്ല ഞങ്ങൾ വരത്തില്ല, നിങ്ങൾക്ക് സ്ഥലം മേടിച്ച് വീട് വെച്ച് തരാം. എൻ്റെ അമ്മ പറയും, ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾ ഒരല്പം കൂടെ താഴോട്ടിറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഇപ്പൊ ഇരിക്കുന്നത് സന്തോഷമാണ്, യേശു ഞങ്ങളെ വിടുവിച്ചിരിക്കുക, ഞങ്ങൾ അതിലിരിക്കുക. അപ്പൊ അവരൊക്കെ വന്നിട്ട് പറയും, നിന്റെ അഹങ്കാരമാണ്, നീ ഇനി ഒരിക്കലും രക്ഷപ്പെടത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീ ഇവിടെ കിടന്ന് മരിക്കും. ഒരുപാട് കത്തോലിക്കക്കാര്, CSIക്കാര്, ഒരു ആൾക്കാര് പലരും, അവിടെയുള്ള നല്ലവരായ ആൾക്കാരൊക്കെ വന്ന് ഞങ്ങളെ വിളിച്ചു. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, ബോർഡിങ്ങിൽ നിർത്താം, അത് ചെയ്യാം, ഇത് ചെയ്യാം, വീട് വെച്ച് തരാം, സ്ഥലം മേടിച്ചു തരാം. അപ്പോഴൊക്കെ എൻ്റെ അമ്മ പറയും, ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾ ഈ കടവരാന്തയുടെ തിണ്ണയിൽ കിടന്ന് മരിക്കേണ്ടി വന്നാൽ യേശുവിനെ വിട്ട് ഞങ്ങൾ മാറത്തില്ല, സത്യദൈവത്തെ വിട്ട് മാറത്തില്ല, ആത്മാവിലും സത്യത്തിലും മരണം വരെ ആരാധിക്കും. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അവരൊക്കെ പറഞ്ഞിട്ട്, നീ നിന്റെ കുഞ്ഞുങ്ങളും ഈ റോഡിൽ കിടന്ന് പുഴുത്തു മരിക്കും, അപ്പോഴ് നിന്നെ രക്ഷിക്കാൻ ആരും വരത്തില്ല. എൻ്റെ അമ്മ പറയും, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇവിടെ കിടന്ന് മരിച്ചാൽ ഞങ്ങളുടെ കോർപ്പറേഷനിൽ നിന്ന് വണ്ടി കൊണ്ടുവന്ന് ഞങ്ങളുടെ ബോഡി കൊണ്ടുവന്ന് അവരെവിടെയെങ്കിലും മറവി ചെയ്തോളൂ, നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആ കടവരാന്തയുടെ തിണ്ണയിൽ റോഡ് സൈഡില്
രാത്രി ഞങ്ങൾ കിടന്നുറങ്ങും, എൻ്റെ മാതാവും എൻ്റെ മൂത്ത സഹോദരങ്ങളും കണ്ണുറന്ന് ഞങ്ങൾക്ക് വേണ്ടി കാവലിരിക്കും. എത്രയോ വർഷങ്ങൾ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ ഈ നടക്കുന്ന സംഭവം, ഈ സ്ഥലം ഈ പരിപാടി, ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്കിൽ കുറുപുഴ വില്ലേജില് ആലുംകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് നിങ്ങൾക്ക് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആമേൻ അവിടെയുള്ള ആൾക്കാർ പറയും, ആമേ ഇന്ന് ആൾക്കാർ ആ ജനങ്ങൾ പറയും ജീവിച്ചാൽ ഇവന്മാരെ പോലെ ജീവിക്കണോ. ആമേ. അപ്പൊ ഞാൻ അവിടെ നിന്ന് നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബസ് വരും. രാത്രി 9:30 ആ ബസ്. ആ 9:30 ബസ് വരുമ്പോ ആ ബസ്സില് മഴയൊക്കെ ആണെങ്കിൽ അതിലെ ഡ്രൈവറും കണ്ടക്ടറിനൊക്കെ ഞങ്ങളെ നന്നായിട്ട് അറിയാം. ബസ്സിൽ അവര് പറയും നിങ്ങൾ ബസ്സിൽ കയറി കിടന്നോ, ഇങ്ങനെ കിടന്ന് നനയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ വർഷങ്ങളോളം ബസ്സിൽ കിടന്നുറങ്ങി. തൊട്ടടുത്തുള്ള ഒരു ഹിന്ദുവായ ഒരു സ്ത്രീയുടെ വീട്ടിന്റെ ഇറയത്ത് എൻ്റെ മാതാവ് കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. പക്ഷേ രാത്രിയിൽ ഇവർ വരുമ്പോൾ ഇവര് കഴിക്കാൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വെറിഞ്ഞിട്ട് പോകുന്നതിന് ഞങ്ങൾ വാരി കഴിക്കും. ഈ പൊതിയിൽ നിന്ന് ഞങ്ങൾ വാരി കഴിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾ. വിദ്യാഭ്യാസം നഷ്ടപ്പെട്ട് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അനുജന്മാര് വിശന്ന് തളർന്ന് കരയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ചായക്കടയില് ദോശ ചുടുമ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. ആൾക്കാർ എന്തെങ്കിലും കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് മേടിച്ച് തന്നിരുന്നെങ്കിൽ. ഒരു മനുഷ്യരും അന്ന് നമ്മുടെ അവസ്ഥയെ കണ്ടിട്ട് ആരും സഹായിക്കാൻ മുന്നിട്ടിലേ വന്നിട്ടില്ല. അവര് കഴിച്ചിട്ട് ഇട്ടേച്ച് പോയ വേസ്റ്റ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ഞാൻ കൈയിട്ട് വാരി കൊണ്ടോടുന്ന സമയത്ത് വാരി എടുക്കുമ്പോൾ ആ ചായക്കടക്കാരൻ ചായപ്പിടിയിൽ നിന്നിട്ട് ചൂടുവെള്ളം കോരി എൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു തരുന്നത് ഇന്ന് ഓർക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഓടുന്നു. ഇത് കാഴ്ചയുണ്ട്. എത്രയോ ദിവസം, ഇത് ഒരു ദിവസമല്ല പല ദിവസങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളുടെ ബന്ധുക്കള് നോക്കി ചിരിച്ചിട്ട് പോകാറുണ്ട്. നമ്മള് സാധു കൊച്ചുകുഞ്ഞോദേശി പാടിയതുപോലെ ആരും സഹായമില്ലാതെ പാരിൽ എല്ലാവരും കണ്ടും കാണാതെയും പോകും, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിൽ ഞാൻ അത് ഉല്ലസിക്കുന്നുവെന്ന്, സന്തോഷിക്കുന്നുവെന്ന്. ആമേൻ. ആ പാട്ടുകൾ പലപ്പോഴും എൻ്റെ ഹൃദയത്തെ, എൻ്റെ അനുഭവമാണത്, നിങ്ങളുടെ അനുഭവമാണ്. പലപ്പോഴും ഞങ്ങളെ ടച്ച് ചെയ്തിട്ടുണ്ട്. കല്യാണശാലയിൽ എന്നെ വിളിച്ച് എൻ്റെ സന്താപമൊക്കെ തീർത്തിടുന്ന കാലം വരുമ്പോൾ സാധു കൊച്ചുദേശീയ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ആ പന്തിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിടുമ്പോ പുള്ളി പാടിയ പാട്ടുകൾ, കർത്താവ് അതിനൊക്കെ നമുക്കൊരു പ്രതിഫലമുണ്ട്. എന്ത് കഷ്ടപ്പെടുന്നോ അതിനൊക്കെ പ്രതിഫലമുണ്ട്. നമ്മളെ വിളിച്ചത് ദൈവം, മനുഷ്യനല്ല എന്ന് ഉറപ്പിക്കുക. ദൈവമാണെന്ന് ഉണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ആ വില്ലേജില് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. ഈ അയ്യപ്പ സീസണൊക്കെ വരുമ്പോ അവര് നല്ല മനുഷ്യരാണ്, നാട്ടുകാർ നല്ല മനുഷ്യരാണ്. ഞങ്ങളുടെ വിശപ്പ് അടക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു പരിപാടി. ഇന്ന് എൻ്റെ നാട്ടുകാരെയൊക്കെ ഞാൻ ബഹുമാനിക്കുക. അവരെന്ത് ചെയ്യുന്ന അറിയാമോ, ഞങ്ങൾ വിശന്നിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ ഇവര് ഇലയില് ഈ ഓല എടുത്തിട്ട് ഓലയുടെ റൗണ്ട് ഉണ്ടാക്കി കുഴി കുത്തിയിട്ട് അതിനകത്ത് ഇല വെച്ചിട്ട് കഞ്ഞി കോരി ഒഴിക്കുക. അയ്യപ്പ കഞ്ഞി ഒഴിച്ചിട്ട് ഞങ്ങൾ 5 പേരെയും പിടിച്ച് അതിനകത്ത് പിടിച്ചിരുത്തും, ഉറപ്പിച്ചിരുത്തും. ഇരുന്നിട്ട് കോരി കുടിക്കാൻ പറയും. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത്, നമ്മളിതെല്ലാം വിട്ടിട്ട് വന്നു. അപ്പൊ എൻ്റെ മൂത്ത ചേട്ടൻ മുതൽ ഇളയവൻ വരെ ഞങ്ങളിരുന്ന് തോണ്ടും. ഇങ്ങനെ തോണ്ടിയിട്ട് പറയും, കണ്ണ് കാണിക്കും. ഇവരങ്ങോട്ട് ഒന്ന് മാറുമ്പോഴത്തേക്കും ഞങ്ങൾ എഴുന്നേറ്റ് ഓടിക്കളയും. അവർ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കും. ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കിയാലും ഞങ്ങൾ അവിടെ നിൽക്കത്തില്ല. എൻ്റെ അമ്മ പറയും, മക്കളെ ഇതൊന്നും കഴിക്കരുത്. പക്ഷെ ഞങ്ങൾക്ക് ഒരു നല്ലൊരു സഭ അന്ന് കിട്ടിയിട്ടില്ല. ഞങ്ങൾ റോഡ് സൈഡിലാണ് കിടക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഈ ഉപദേശം തരുന്നത് അമ്മയാണ്. എൻ്റെ അമ്മ അറിയാന്നുള്ള സങ്കീർത്തനം, 1-ാമത്തെ സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, ഇതൊക്കെ 91-ാം സങ്കീർത്തനം, ഇതൊക്കെ ഡെയിലി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന അമ്മയെ കൊണ്ട് കഴിയുന്ന നിലവാരത്തിൽ ഞങ്ങൾ ഉറപ്പിച്ച് നിർത്തിയിരിക്കും. അപ്പൊ ഈ ഒരു സമ്പ്രദായത്തിൽ ഞങ്ങളുടെ നാട്ടുകാരെ ഞാൻ കുറ്റം പറയുന്നില്ല, അവര് നല്ലവരാണ്. സ്വതന്ത്രം. അവര് ഞങ്ങളുടെ വിശപ്പടക്കാൻ നോക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ദൈവത്തെ ഉറപ്പിക്കാൻ നോക്കുന്നു, അത്രമാത്രം. ആമേ. അങ്ങനെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം ഓടിയിട്ടുണ്ട്. ഇവരെ ഓടിച്ചു പിടിച്ചാൽ പോലും ഞങ്ങളെ കിട്ടത്തില്ല ആ ഒരു ലെവലില്. പക്ഷെ സന്ധ്യയാകുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോ എൻ്റെ അമ്മ അടുപ്പിൽ ആ റോഡ് സൈഡിൽ വെള്ളം ഇട്ട് കഞ്ഞി വെക്കുമ്പോ ഞങ്ങളെ പിടിച്ച് സന്ധ്യയ്ക്ക് ഒരു മെഴുകുതിരി വെട്ടത്തിന്റെ അകത്തിരുത്തി ഞങ്ങൾ ആ റോഡ് സൈഡിലിരുന്ന് പാടി പ്രാർത്ഥിക്കും.
ആ പ്രാർത്ഥന ഞങ്ങൾ ഒരുപാട് മാറ്റം വരുത്തി. എൻ്റെ അമ്മയ്ക്ക് അറിയാന്നുള്ള സങ്കീർത്തനം കഞ്ഞി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അമ്മ അവിടെ നിന്നിട്ട് ആ സങ്കീർത്തനം പറയും, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. ആമേ. ഈ സങ്കീർത്തനം പറഞ്ഞു തരുമ്പോ ഞങ്ങളിൽ ആരെങ്കിലും ഒരാൾ അറിയാന്നുള്ള പോലെ പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തെന്നറിയോ? ഞങ്ങൾക്ക് കർത്താവെ ആഹാരം തരണമേ. അന്ന് അതേ ഉള്ളൂ ഒരു പ്രാർത്ഥന. ഞങ്ങള് എന്നെ പിടിച്ച് എന്നെ IAS ആക്കണം, ഡോക്ടർ ആക്കണമെന്നല്ല, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല. അന്ന് ഞങ്ങൾക്ക് അറിയാന്നുള്ള ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആഹാരം തരണമേ. ഞങ്ങളുടെ ആവശ്യം ആഹാരമായിരുന്നു. ആഹാരം തരണമേ എന്നുള്ള പ്രാർത്ഥന. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ അമ്മയുടെ ഒരേ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷകന്മാരാക്കണമേ, ചിലരെങ്കിലും ശുശ്രൂഷകരാക്കണേ. രാത്രിയെല്ലാം ഞങ്ങൾ ഉറങ്ങുമ്പോൾ എൻ്റെ അമ്മയുടെ കണ്ണുനീര് ഞങ്ങളുടെ നെറ്റിത്തളത്തിൽ വീണിട്ടുണ്ട്. ഞങ്ങളുടെ പുറത്ത് കണ്ണുറന്ന് നോക്കുമ്പോൾ മഴ പെയ്യണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നോക്കുമ്പോ എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്. ആമേ, കരയുന്ന ഒരു അനുഭവമാണ്. എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് രാജൻ പാസ്റ്റർ ആക്കിയതും ഇന്ന് പാസ്റ്റർ എന്നുള്ള ഒരു പേര് വന്നതിന് കാരണം. ആമേ, രാജൻ എന്ന പേരിന്റെ മുന്നിൽ ഒരു പാസ്റ്റർ വന്നത് എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന. ഇന്ന് ഞാൻ ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറിയതിന് കാരണം എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുന്നത്, അപ്പനെ അമ്മയും ബഹുമാനിക്കുക. ഇന്ന് ഒരുപാട് പേര് അപ്പനെ അമ്മയും കൊണ്ടുവന്ന് വൃദ്ധസദനത്തിലും അവിടെ ഇവിടെയും വിടുമ്പോൾ, നമ്മളൊന്നും ഇങ്ങനെ ജനിച്ചതൊന്നുമല്ല. നമ്മുടെ കാലങ്ങളൊക്കെ അന്ന് നോക്കുമ്പോൾ നമുക്ക് സംസാരിക്കാനോ എഴിച്ചു നടക്കാനോ പറ്റാത്ത രൂപം ഉണ്ടായിരുന്നു. ആ രൂപം ഇങ്ങനെ ആക്കി തീർത്ത് നമ്മൾ അപ്പനും അമ്മയ്ക്ക. അപ്പോൾ അവരെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനും നമ്മൾ പഠിക്കുക. ഇന്ന് ഒരുപാട് പാസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോ വലിയ പൊസിഷനിലേക്ക് വന്നപ്പോൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി വെളിയിൽ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കാലുകുത്താൻ പോലും അവകാശമില്ല. ആമേ. നിങ്ങളുടെ അപ്പനും അമ്മയും ജോലിക്കാരെ വെച്ച് നിങ്ങൾ നോക്കുന്നു, അവരെ നന്നായിരിക്കുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ ഞങ്ങളെയൊക്കെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോ എൻ്റെ അപ്പനെ അമ്മയെ എനിക്ക് മറക്കാൻ പറ്റില്ല. അപ്പൻ ദുഷ്ടത്തരം കാണിച്ചാലും എൻ്റെ അപ്പൻ എനിക്ക് ജീവനാണ്, എൻ്റെ അമ്മ എനിക്ക് ജീവനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവനാണ്. അതുകൊണ്ട് എല്ലാവരോടും ഇതൊരു ദൂത് പോലെ, ഒരു സ്നേഹം പോലെ ഞാൻ പറയുക, അപ്പനെ അമ്മയും നല്ലതായിട്ട് കരുതുക, സഹകരിക്കുക. എൻ്റെ അമ്മയുടെ കണ്ണുനീര് നേരം വെളുക്കുമ്പോൾ ഇതേ രീതി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ജോലിക്ക് പോവാ, ഭക്ഷണം ഉണ്ടാക്കുക, ഇങ്ങനെ കഴിയുക. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദൈവദാസൻ, എനിക്കറിയില്ല, ഞങ്ങൾ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസൻ വന്നിട്ട് കയ്യിലൊരു പൊതിയുമായിട്ട് വന്നു, ഭക്ഷണ പൊതിയുമായി വന്ന് ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങളെ കഴിപ്പിച്ചിട്ട് അദ്ദേഹം ആ കടവരാന്തയുടെ തിണ്ണയിലിരുന്നു, സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട്, റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ഇദ്ദേഹം ഞങ്ങളോട് വിശേഷമൊക്കെ ചോദിച്ചു. കാണാനൊന്നും വലിയ ഭംഗിയൊന്നുമില്ല, നല്ലൊരു ദൈവാസൻ. ഞങ്ങൾ പക്ഷെ അദ്ദേഹത്തിന് അന്വേഷിച്ച് നടക്കുക, കണ്ടു കിട്ടാനില്ല. ദൈവാസൻ എവിടെയാണെന്ന്, ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളുടെ നാട് വിട്ടു പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. ആ കർത്താവിന്റെ ദാസൻ പക്ഷെ ആ ദൈവാസന്റെ തലമുറകളെല്ലാം അനുഗ്രഹിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. അവിടെ എവിടെ ആയിരുന്നാലും ആ ദൈവാസന്റെ തലമുറകൾ എന്ന് മാനിച്ചിരിക്കും ദൈവം. അപ്പൊ ഈ കർത്താവിന്റെ ദാസൻ അവിടുന്ന് ആ റോഡ് സൈഡിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, ഇന്നടുത്തൊരു സഭയുണ്ട്, അമ്മ വരുമ്പോ പറയണം. ആരോ പറഞ്ഞു കേട്ട് പുള്ളി വന്നതാ. അപ്പൊ വന്ന് അമ്മയെ വിളിച്ച് പറയണം, അമ്മ വരുമ്പോ വരാൻ പറയണമെന്ന്. ഞങ്ങൾ അമ്മ വന്നപ്പോ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതേപോലെ ഒരു പാസ്റ്റർ വന്നു, അമ്മേ നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ തമിഴാ സംസാരിക്കുന്നത്, മലയാളം അറിയത്തില്ല, തമിഴ് കുറച്ചിങ്ങനെ സംസാരിക്കും. അപ്പൊ വിളിച്ചോണ്ട് അമ്മ ഞായറാഴ്ച അപ്പൊ കീറിയ ഡ്രസ്സ് ഞങ്ങൾക്കുള്ള ഇട്ടിട്ട് ഞങ്ങൾ ചർച്ചയിൽ പോകും. ചർച്ച എന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ഞങ്ങൾ അതുവരെ പുറത്തു പോയിട്ടില്ല. ഈ കടവരാന്തയുടെ തിണ്ണയിലാണ് അത് ചർച്ചിലോട്ട് പോവാ. ചർച്ചിൽ ചെന്നപ്പോ ഒരു കുഞ്ഞ് ഷെഡ്, 4 ചുറ്റും ഓല കൊണ്ട് മറച്ചത്, മുകളിൽ ഓല കൊണ്ട് കെട്ടിയത്, താഴെ ചാണകമിട്ട് മൊഴുകിയത്, കോര പറമ്പുകൾ വാരി പായ് വാരിയിട്ടിരിക്കുക, ഈ പുൽപ്പായ്. ഞങ്ങൾ അകത്ത് ചെന്നപ്പോൾ ഞങ്ങളെ തന്നെ എല്ലാവരും നോക്കുക. ഞങ്ങൾ ഏകദേശം 6 പേരുണ്ട്. ഞങ്ങൾ ചെന്നപ്പോഴേ ചർച്ച ഒരുവിധം നടന്നു. ആമേ. പാസ്റ്റർക്ക് ഭയങ്കര സന്തോഷം. പാസ്റ്റർ ഓടി വന്ന് ഞങ്ങളെയൊക്കെ അവിടെ ഇരുത്തി ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹാശക്തിയേറിയ ഒരു കരം ആ സഭയിൽ ഞങ്ങൾ കണ്ടു. ചെറിയൊരു ഷെഡിനകത്ത് യേശുവിനെ ഞങ്ങൾ കണ്ടു, യേശുവിന്റെ ആ സ്നേഹം കണ്ടു. ആമേൻ. യേശുവിന്റെ അവർ ഞങ്ങളോടുള്ള ഒരു പെരുമാറ്റം, സ്നേഹവും.
എന്തോ അവർക്കെന്തോ എന്തോ ഒന്ന് കിട്ടിയതുപോലെ ഞങ്ങൾ അങ്ങ് സ്നേഹിക്കും. ഈ കർത്താവിന്റെ ദാസൻ ഓടി വന്നിട്ട് എല്ലാത്തിന്റെ തലയിൽ കൈവച്ചിട്ട് ഞങ്ങൾ 5 പേരെ തലയിൽ കൈവച്ചിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടാണ്. അനുഗ്രഹം ഇന്ന് ഈ ഓൺലൈനിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അനുഗ്രഹിച്ച് തലയെ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ച ആത്മാവില് മാറിയ ഈ ശരീരം, കുളിക്കാത്ത അല്ലെങ്കിൽ വസ്ത്രം അലക്കാൻ പോലും നിവർത്തിയില്ലാതെ ഒരു നല്ലൊരു വസ്ത്രമില്ലാത്ത ഈ ശരീരത്തെ മക്കളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച ഒരു ദൈവദാസൻ ചേർത്ത് പിടിച്ച് നിർത്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ദാസൻ പറഞ്ഞു, എന്നെയൊക്കെ ചേർത്ത് പിടിച്ചിട്ടാണ് നിന്നെ ഒരു പാസ്റ്ററായിട്ട് ദൈവം അനുഗ്രഹിക്കും, ദൈവം കൊണ്ടുവരും, നീ സുവിശേഷകനായിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ച ഒരു ദൈവദാസൻ. അങ്ങനെ ഞങ്ങൾ നാളുകളോളം ആ സഭയിൽ സന്തോഷം അനുഭവിച്ചു, സമാധാനം അനുഭവിച്ചു. അപ്പൊ ആ കർത്താവിന്റെ ദാസൻ അവിടുത്തെ നാട്ടുകാരെല്ലാം ഇന്ന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഞങ്ങൾ താമസിക്കുന്ന ഈ റോഡ് സൈഡിൽ തൊട്ടടുത്തൊരു അംഗൻവാടിയുണ്ട്, നേഴ്സറിയുണ്ട്. അവിടെ ഒരു ടീച്ചറുണ്ട്, മായ ടീച്ചർ. ഇന്നും ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര സ്നേഹം. മായ ഇന്നും ഉണ്ട്. മായാൻറ്റി ഞങ്ങളോട് അമ്മയോട് പറഞ്ഞ് കുഞ്ഞുങ്ങൾ എങ്ങനെ ഇട്ടിരിക്കരുത്, അവർ പഠിക്കട്ടെ. അപ്പോ ഞങ്ങൾ 5 പേരുണ്ട്. അപ്പൊ എന്റെ 2 ചേട്ടന്മാർ പറഞ്ഞു, ഞങ്ങൾ പഠിക്കുന്നില്ല, ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആരുമില്ല. വചനം ഇങ്ങനെ പറയുന്നു, നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. ഞങ്ങളുടെ സഹോദരങ്ങൾ 2 പേര്, എന്റെ 2 ബ്രദർ ചേട്ടന്മാർ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചവന, മറക്കാൻ പറ്റില്ല. ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടോന്ന് അറിയത്തില്ല, ഈ ബന്ധങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഇന്നും ചെന്ന ഉടനെ ചേർത്ത് പിടിച്ച് ഞങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ. ആ സ്നേഹബന്ധം ഞങ്ങളെ പിടിച്ചു ഉലച്ചു. ഞങ്ങളെ 3 പേരെയും എന്റെ അനിയനെയും കൊണ്ട് നേഴ്സറിയിലിരുത്തി. ഞങ്ങൾക്കൊന്നും അറിയത്തില്ല, ഉപ്പുവാവും കഞ്ഞിയും കുടിക്കാൻ വേണ്ടി പോയത്. വിദ്യാഭ്യാസം അവിടെ വെച്ച് ആരംഭിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല, എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും എനിക്ക് ഓർമ്മയില്ല. എന്നോട് ചോദിക്കല്ലേ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ തമിഴ്നാട്ടില് 2 പേരെ എന്തോ പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് നേഴ്സറിയിൽ പോയത്. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്, എനിക്കറിയില്ല. അപ്പൊ എന്തായാലും എന്റെ സഹോദരങ്ങളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു. ഞാൻ നേഴ്സറിയിൽ പോയി. ഞങ്ങളപ്പോഴ് അറിയില്ല, ശരിക്കും പറഞ്ഞ എന്താ നടക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ചെന്നു 4 മണി വരെ സ്കൂളിൽ ഇരിക്കുമ്പോ അടിക്കും, വീട്ടിൽ കൊണ്ടുവരും, റോഡ് സൈഡിൽ കൊണ്ടുവരും, അമ്മയ്ക്ക് സഹോദരങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കും. അത് കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് പോയി. സ്കൂളിൽ ചെന്നപ്പോ നിറയെ അനുഭവങ്ങൾ, വേദനകൾ. സ്കൂളില് ബെഞ്ചിലിരുത്തി ഞങ്ങളെ പഠിപ്പിക്കത്തില്ല, തറയിലിരുന്നാ പഠിച്ചത്. പിള്ളേരെല്ലാം ഞങ്ങളെ നാറുന്നെന്ന് പറയും, ഞങ്ങളെ പാണ്ടി എന്ന് വിളിക്കും. തമിഴ് സംസാരിക്കുന്നുണ്ടോ പാണ്ടി, ഞങ്ങളെ ഒതുക്കിയിരുന്നു. പലപ്പോഴും ഞങ്ങളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ആ പക്വതയില്ലായ്മ കൊണ്ടാണ്. ഇന്ന് എന്റെ അനുഭവ സാക്ഷ്യം കേട്ടിട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം. ഇന്ന് നല്ല നിലയിലിരിക്കുന്ന എന്റെ അധ്യാപകര്, എന്റെ വേറൊരു ചാനലിൽ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ സാക്ഷ്യം വന്നതിന് ശേഷം എന്റെ അധ്യാപകര് വിളിച്ച് എന്നോട് ഭയങ്കര സ്നേഹം. എന്റെ കൂടെ പഠിച്ചവരെല്ലാരും, രാജൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നോ, അന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ പെരുമാറേണ്ടത്. ഇന്ന് അവര് ഞങ്ങളുടെ സഹോദരങ്ങളെ പോലെ ഇന്ന് കാണുന്നു. ഞാനും എന്റെ അനിയനും ഒരുപാട് അപമാനങ്ങൾ, പഠിച്ച കാലഘട്ടത്തിൽ അപമാനങ്ങൾ സഹിച്ചിട്ടുണ്ട്. കഞ്ഞി ആ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി കുടിക്കാൻ, നല്ലൊരു ചെരുപ്പിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, നല്ലൊരു ഡ്രസ്സ് ഇടാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങള് കീറി പറഞ്ഞ ഒരു ഡ്രസ്സാ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും റോഡ് സൈഡില്ല. ഞങ്ങൾക്ക് പറയത്തക്ക അഡ്രസ് ഇല്ല. ഞങ്ങൾക്ക് അഡ്രസ് ഇല്ലാത്ത ഒരു ലെവലില്ല, റോഡ് സൈഡിൽ തന്നെയാ കിടക്കുന്നത്. അപ്പോഴത്തേക്കും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും എന്തോ എന്ന് പറഞ്ഞാൽ ആരൊക്കെ തരുന്ന ഡ്രസ്സാ, ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സാ. എന്റെ അമ്മ ഈ അടുത്ത സമയത്ത് എന്റെ വീട്ടിൽ വരുമ്പോ ഒരു ലുങ്കി മേടിച്ചോണ്ട് പോകും, ഒരു കയ്യില് ലുങ്കി മേടിച്ചോണ്ടെന്ന് എനിക്ക്. എന്നിട്ട് കണ്ണിൽ കൂടെ കണ്ണീര് വരും. എന്റെ അമ്മ പറയുക, എന്റെ മോന് ഞാൻ ഇതുവരെയും ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല എന്റെ കുഞ്ഞുങ്ങൾക്ക്. എന്റെ അമ്മ ഇങ്ങൾക്ക് ഒന്നും മേടിച്ചു തന്നിട്ടില്ല, പക്ഷെ ഞങ്ങളെ കാക്കയ്ക്കോ മറ്റൊന്നിനും കൊടുക്കാതെ ഞങ്ങളെ സൂക്ഷിച്ച് ഇത്രയും വർഷം പരിപാലിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണം തന്നു, ഞങ്ങളെ നടത്തി,
ഞങ്ങൾ ഇതുവരെ കൊണ്ടുവന്നത് തന്നെ വലിയ കാര്യം. എൻ്റെ അമ്മയോട് പറഞ്ഞു, അതൊന്നും ഒരു കാര്യമല്ല, അമ്മയ്ക്ക് ഇപ്പൊ എന്ത് വേണം എല്ലാം മേടിച്ചു തരാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് ദൈവസന്നിധിയില്. അപ്പോ കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ ആ ഒരു ലെവൽ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമുണ്ടായി. ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പഠിച്ചു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുമ്പോൾ, 10ാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ പഠിക്കുമ്പോഴും എൻ്റെ അമ്മ ഒരു പെൻസിൽ വാങ്ങി തന്ന ഓർമ്മയില്ല, ഒരു ബുക്ക് വാങ്ങി തന്ന ഓർമ്മയില്ല. ഞങ്ങള് സ്കൂളിൽ നിന്നൊക്കെ ആറന്മാര് 50 പൈസ 25 പൈസയുടെ 10 പൈസ സ്റ്റാമ്പുകൾ തന്നു വിടുമ്പോ വീട്ടിലടിക്കും. തരാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാ. ആമേ. പിന്നെ എൻ്റെ അനുഭവം, ഞാനൊക്കെ രാവിലെ ഉറക്കമെഴുന്നേറ്റ് ടാപ്പിംഗ് ചെയ്ത് മരത്തിന്റെ റബ്ബറിന്റെ കറയെടുത്ത് അങ്ങനെയൊക്കെ പഠിച്ച. വെക്കേഷൻ ടൈമില് പോയി മേസ്തിരിമാരുടെ കയ്യാളായിട്ടും പല പണിക്കും പോയി കഷ്ടപ്പെട്ടാണ് ബുക്ക് മേടിച്ച് പഠിച്ചത്. സ്കൂളിലോ കിലോമീറ്ററുകളോളം 10-12 കിലോമീറ്റർ നടന്നു പോയി പഠിച്ചിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ ചേട്ടന്മാരുടെ വിദ്യാഭ്യാസം ഇല്ലാതെ അവരെ പൂർണ്ണമായിട്ട് വിട്ടതിന് ശേഷം അവർ കൂലിപ്പണിക്ക് വേണ്ടി അമ്മയെ സഹായിക്കാൻ വേണ്ടി പുറത്തിറങ്ങി അവർ പാറയടിച്ചു നന്നായി കഷ്ടപ്പെട്ട്, രണ്ടുപേരും അമ്മയും കൂടെ ചേർന്ന് പാറയടിച്ച് കഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്താണ് ഒരു 2 സെന്റ് സ്ഥലം ഞങ്ങൾ വാങ്ങുന്നത്. ആദ്യമായിട്ട് ഒരു 2 സെന്റ് സ്ഥലം മേടിച്ചു. ആ 2 സെന്റ് സ്ഥലത്തിലേക്ക് ഞങ്ങൾ പറഞ്ഞൊരു വീടുണ്ടെന്ന് പറഞ്ഞു. ആ 2 സെന്റ് സ്ഥലം കാണാൻ വേണ്ടി വീട് കാണാൻ വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് വട്ടിയും ഈ കിടക്കുന്ന പാത്രങ്ങളും സാധനങ്ങളൊക്കെ വാരിക്കൊണ്ട് ചെന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് എന്ന് പറയും ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്, ജനിച്ചിട്ട് ആദ്യത്തെ അനുഭവമാണ് ഒരു വീട്. നേരെ അതിനകത്തേക്ക് കയറുമ്പോൾ ആകാശം മുഴുവനും കാണാം, ഓലയൊന്നും മേഞ്ഞിട്ടില്ല, മൊത്തവും ചോർന്നൊലിച്ച് കിടക്കുന്ന ഒരു കുഞ്ഞു മണ്ണ് വെച്ച് ചുവരുകളുള്ള ഒരു കുഞ്ഞു വീട്. അതിനകത്തേക്ക് കയറി ഞങ്ങള് താമസിക്കുന്ന സമയത്ത് അകത്ത് കയറുമ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടതായ ഒരു കാഴ്ച, ആ വീട്ടിനകത്ത് ഒരു മൂലയിലായിട്ട് ഒരു ചെറിയൊരു ബൈബിൾ ഇരിക്കുക. പഴയ ബൈബിൾ, പുതിയ നിയമവും പഴയ നിയമവും ചേർന്നൊരു ബൈബിൾ. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, അതിനകത്ത് താമസിച്ചിരുന്ന ഒരു വിശ്വാസി അമ്മച്ചിയാണ്. അവിടെ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. ഈ അമ്മച്ചിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. ഈ അമ്മച്ചി നല്ല തീഷ്ണതയും ദൈവകൃപയും ഉള്ള ഒരു മാതാവായിരുന്നു. ഈ അമ്മച്ചി മരിച്ചപ്പോൾ അവിടെ ബന്ധുക്കളെല്ലാം ഈ വീട് സ്ഥലം വിറ്റപ്പോൾ എന്ത് പറ്റിയെന്നറിയാമോ, ഇതിനകത്ത് കിടന്ന സാധനങ്ങളെല്ലാം പെറുക്കിക്കൊണ്ടുപോയി. പക്ഷെ ഈ ബൈബിള് മാത്രം അവിടെ ഉണ്ടായിരുന്നു. ഇത് മാത്രം എടുത്തോണ്ട് പോയിട്ടില്ല. അത് ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചത്. പിന്നീട് ഞങ്ങൾ അത് വായിച്ചാണ് വർഷങ്ങളോളം പാടി പ്രാർത്ഥിച്ചതും ആ 2 സെന്റിനകത്ത് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതും. അതിനകത്ത് ഞങ്ങൾക്ക് 2 സെന്റ് എന്ന് പറയുന്നത് 20 ഏക്കർ പോലെ ആയിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് ആ കൊച്ചു വീട് ഞങ്ങൾക്ക് കൊട്ടാരം പോലെയായിരുന്നു. രാത്രി മഴ പെയ്യുമ്പോ തെരുവി കിടക്കുന്ന അനുഭവം തന്നെയായി ഈ വീട്ടിനകത്ത് നടന്നത്. കാരണം എന്താ പറഞ്ഞാൽ ഓല മേയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാശില്ലാത്തത് കൊണ്ട് വെള്ളം എല്ലാം അകത്താണ് വരുന്നത്. എൻ്റെ മാതാവ് വീട്ടിന്റെ ഒരു മൂലയിൽ കുഴിയെടുത്തിട്ട് ഈ വെള്ളം എല്ലാം അവിടെ വെച്ചിട്ട് പാത്രം കൊണ്ട് കോരി ഒഴിക്കുമായിരുന്നു പുറത്തോട്ട്. എന്നിട്ട് രാത്രി ഞങ്ങളുടെ ദേഹത്ത് ചാക്ക് വാരിയിട്ടിട്ട് ഞങ്ങളെ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു. പിന്നീട് മാതാവ് നിന്ന് പിറ്റേ ദിവസം ഉറങ്ങാൻ വേണ്ടിയിട്ട് നനഞ്ഞു കിടക്കും. അന്ന് മഴയില്ലെങ്കിൽ ഈ പൂച്ചെടിയൊക്കെ പറിച്ചോണ്ട് വന്നിട്ട് ഈ കാട്ടുചെടികൾ പറിച്ചോണ്ട് വന്ന് അതിന്റെ പുറത്ത് നിരത്തിയിട്ട് അതിന്റെ പുറത്ത് ഓലയിട്ട് അതിന്റെ പുറത്ത് ചാക്ക് വിരിച്ച് അതിന്റെ പുറത്താണ് ഞങ്ങൾ കിടക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഉറങ്ങുന്നത് അറിയത്തില്ല. എപ്പോഴാണ് പോയി കിടക്കുന്നത് അതോ അപ്പോഴേ ഉറങ്ങും ആ വരവ്. ഇന്ന് നമുക്ക് ഉറങ്ങാൻ എല്ലാ സൗകര്യവും ഉണ്ടായിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരു അനുഭവമുണ്ട്. പക്ഷെ അതിന്റെ അവിടെ വെച്ചുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ സന്തോഷമായി ദൈവത്തെ ആരാധിച്ച് ആ സമയങ്ങളിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ തേടി വന്നു. തിരിച്ചു അന്വേഷിച്ച് വരുമ്പോൾ എൻ്റെ അപ്പൻ ആദ്യമൊക്കെ സൈലന്റ് ആയിരുന്ന ആള് മിണ്ടാതെ വന്നു. കാരണം ഞങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആ പുള്ളി മിണ്ടാതെ വന്നു. പുള്ളി അതിനു മുമ്പേ എന്നോടോ അന്വേഷിച്ച് പറക്കിയൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ വന്നു. എൻ്റെ അമ്മയുടെ കൂടെ ജോലിക്കൊക്കെ ഈ പാറയിൽ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങി. പുള്ളി പൈസ വരാൻ തുടങ്ങിയത് ഉടനെ പഴയ വൈരാഗ്യം പുള്ളിയുടെ മേൽ വീണ്ടും വന്നു. പുള്ളി മദ്യപിക്കാൻ തുടങ്ങി. രാത്രിയാകുമ്പോൾ കഞ്ഞിയൊക്കെ ചോറൊക്കെ എടുത്ത് റോഡിലേക്ക് എറിയുക. വീട്ടിലെ വീണ്ടും അമ്മയെ ഉപദ്രവമായി അടിയായി. ആ ദേശത്തിലുള്ള ഒറ്റ മനുഷ്യന് ഉറങ്ങാൻ പറ്റത്തില്ല. പുള്ളി തെറി വിളിക്കുകയും വീടുകൊണ്ട് അമ്മേ
ആ റോഡിൽ കിടന്ന് തെറി വിളിക്കും. റോഡ് സൈഡിലായി വീട്. തെറി വിളിക്കുകയും പ്രശ്നങ്ങളും ആൾക്കാരും അടിയും കേസും വഴക്കും. പിന്നെ അങ്ങ് നിരന്തരം പ്രശ്നങ്ങളുടെ മേല് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ലെവലിലായി മൊത്തവും. ഞങ്ങളെ ആൾക്കാർ പിന്നെ പകയോടെ കാണാൻ തുടങ്ങി. ഈ അപ്പൻ നിമിത്തമായി ഒരാൾ പോലും, എൻ്റെ അമ്മ പേടിച്ചൊളിച്ച് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് ഒളിച്ചിരുന്നാൽ അവിടെ ചെന്ന് അടിച്ചോ, അവരെ കുറ്റം പറഞ്ഞ് അവരെ തെറി വിളിച്ചോ, ആ പ്രശ്നത്തില. പിന്നെ ആരും ഞങ്ങളെ കേറ്റാതെ, ഒരു വീട്ടിൽ പോലും ഞങ്ങളെ ആരെയും കേറ്റാതെ. പിന്നെ പ്രശ്നങ്ങളുടെ മേല് പ്രശ്നം. സഭയ്ക്കകത്ത് പോകാൻ പറ്റത്തില്ല. ആരാധനയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ അടിക്കുക. ഞങ്ങളെ വാതിൽ ഇരിക്കുന്ന വാതിലിനെ അടച്ചു പൂട്ടി പുള്ളി ഞങ്ങളെ പുറത്തിടുക. ഞങ്ങളെ കിണറ്റിന്റെ വക്കിലും സൈഡിലും പിന്നെ തെങ്ങിന്റെ മൂട്ടിലും റബ്ബറിന്റെ മൂട്ടിലൊക്കെ ഇരുന്ന് രാത്രിയൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് പോയിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം എൻ്റെ മാതാവ് അവിടെ ഇരുന്ന് രാത്രി മുഴുവനും കരയും. എൻ്റെ അപ്പന് വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടി കരയുന്ന ഒരു അനുഭവം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ കൊല്ലത്ത് കൊട്ടാരക്കര പൂയപ്പള്ളിയില് ഒരു വീട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ ബ്രദർ. മൂത്ത ചേട്ടൻ നെടുമങ്ങാട് ഒരു വീട്ടില് ജോലിക്ക് വേണ്ടി പോയി. എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ കൈ പിടിച്ച് കൊണ്ടുവന്നത്. അവരെ ഗൾഫുകാരായിരുന്നു. അവിടെ മരം വെട്ട ടാപ്പിങ്ങിന് വേണ്ടിയൊക്കെ പോയി അവിടെ നിന്ന് അവരൊരു സെപ്പറേറ്റ് റൂമൊക്കെ കൊടുത്ത് അവിടെ എങ്ങനെ താമസിക്കുന്ന കാലഘട്ടം. വരുമ്പോ വെക്കേഷനൊക്കെ അവരൊക്കെ ഗൾഫുകാരായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇപ്പോഴും എനിക്ക് മറക്കാക്കൂല അങ്കിളെയും ആന്റിയും അവരെ അപ്പച്ചനെ അമ്മച്ചിയെന്ന് മറക്കാം. അപ്പച്ചനല്ല, അപ്പച്ചനൊക്കെ മരിച്ചുപോയി, അമ്മച്ചിയും മരിച്ചുപോയി എന്ന് തോന്നുന്നു. ഇടയ്ക്കൊക്കെ എൻ്റെ ചേട്ടൻ ഇപ്പോഴും പോവാറുണ്ട് അവിടെയൊക്കെ. അവിടെ ചെന്ന് അവനെ സ്വന്തം മോനെ പോലെ അവര് കണ്ടത്. ആ ലെവലില് ഞങ്ങൾക്ക് വെക്കേഷൻ വരുമ്പോൾ ഞങ്ങള് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടൻ വാങ്ങി തന്ന അവന് കൊടുക്കുന്ന വസ്ത്രം മുഴുവൻ അവനെ പഴയതിട്ടിട്ട് ഇതിനെ ഒതുക്കി വെച്ചിട്ട് സോപ്പ്, പെൻസില് ഇതെല്ലാം കൊണ്ടുവന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ റോയൽ മെറേജിന്റെ സ്പ്രേ ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ആ കാലഘട്ടത്തിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു. കാരണം ആ കാലഘട്ടം ഇവനും എൻ്റെ അണ്ണന് വേണ്ടി, എൻ്റെ ബ്രദറിന് വേണ്ടി കൊടുത്തതാ, എൻ്റെ ചേട്ടന് വേണ്ടി കൊടുത്തത്. അവൻ ഉപയോഗിക്കത്തില്ല. അവൻ പറയും എൻ്റെ അനുജന്മാരുണ്ട്, അവന്മാര് കഷ്ടപ്പെട്ടാ പഠിക്കുന്നത്, ബുക്കെല്ലാം കൊണ്ടുവരും ഞങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി. കൊണ്ടുവന്നെല്ലാം തന്നിട്ട് അന്ന് എന്നെ തിരിച്ചു പോകും. എൻ്റെ നല്ലൊരു ആഹാരം കഴിച്ചിട്ടുള്ളത് എൻ്റെ അണ്ണൻ കാരണം, എൻ്റെ ബ്രദർ കാരണമാണ്. നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടുള്ളത്. ഞങ്ങളെന്നും ഞങ്ങൾക്ക് അപ്പനെ പോലെയാണ്. എൻ്റെ രണ്ട് ബ്രദർമാരെ, മൂത്ത ചേട്ടന്മാരെ മറക്കാൻ പറ്റത്തില്ല. അപ്പനെ പോലെയാണ് ഇന്നും ഞങ്ങൾക്കൊരു പ്രശ്നമെന്ന് കണ്ടാൽ ഓടിയെത്തും, എത്ര ദൂരെ ഇരുന്നാലും ആ ഒരു ലെവലില്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ചർച്ചില്, എൻ്റെ ചേട്ടൻ ഷാരൂരില് അവിടുത്തെ സഭയിൽ പോയി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിലാണ്, ഞാനും എൻ്റെ അനുജനും. അപ്പോ പുള്ളിക്കാരന് ഞങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായിട്ട് ഒരുപാട് അധ്വാനിച്ച് 2 സെന്റ് സ്ഥലം കൂടെ മേടിച്ചു. അവിടെ വെച്ച് 2 സെന്റ് സ്ഥലം, മൊത്തം 4 സെന്റ്. എൻ്റെ അമ്മയുടെ ആഗ്രഹം, ഇന്ന് അമ്മയുടെ പേരിലാണ് ആ 4 സെന്റ് സ്ഥലം ഇന്ന് എൻ്റെ അമ്മയുടെ പേരിലാണ്. അമ്മയ്ക്ക് അന്ന് അവിടെയാ താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ ഭയങ്കരമായൊരു പ്രശ്നം, എൻ്റെ അപ്പൻ വീണ്ടും പ്രശ്നങ്ങളും പ്രയാസങ്ങളുണ്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാത്ത ഒരവസ്ഥയിൽ, നാണക്കേടിന്റെ അവസ്ഥയിലേക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടില് ഒരു ഫാസ്റ്റിംഗ് പ്രയർ വയ്ക്കുന്നത്. ദൈവാസം പറഞ്ഞൊരു ഉപവാസ പ്രാർത്ഥന. അപ്പോ ആരും അറിയാതെ അപ്പൻ പോയ നേരം കൊണ്ടും ജോലിക്ക് പോയ നേരം കൊണ്ട് ഒരു ഫാസ്റ്റിംഗ് പ്രയർ വെച്ചു. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൻ സർവ്വസാധാരണ വരുന്നത് 8 മണിക്കാണ്, വൈകുന്നേരം ആവും. കള്ളൊക്കെ കുടിച്ചിട്ട് പുള്ളിക്കാരൻ വരുന്നത് 8 മണിക്കാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉപവാസ പ്രാർത്ഥന 1:30 മണിക്ക് കഴിഞ്ഞു. അന്നെന്തോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പാസ്റ്റർക്ക് ആ ഭക്ഷണം കൊടുത്തോണ്ട് അപ്പൻ കയറി വരിക. എൻ്റെ അപ്പപ്പ കയറി വരും. വന്ന് പാസ്റ്ററെ കണ്ടതുകൊണ്ട് ഷട്ടയെ തൂക്കിയിട്ട് പാസ്റ്റർ തൂക്കി വെളിയിലേക്ക് എറിഞ്ഞ പാസ്റ്റർ അവിടെ നിന്ന് ഓടിക്കുകയായിരുന്നു. അപ്പൊ അന്ന് ആ മീറ്റിങ്ങിൽ അപ്പൻ പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞു. ഇങ്ങനെ ദൂത് പറഞ്ഞത്, നാളെ ഈ നേരത്ത് ഈ വീട്ടിൽ ഒരു അനർത്ഥം നടക്കും. 2 അനർത്ഥങ്ങൾ, ഒന്ന് ഭയങ്കരമായിരിക്കും, ഒന്ന് രക്ഷപ്പെടും. ആ ഒരു ലെവലില് ഒരു ദൂതുവാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചുവെങ്കിലും
പിറ്റേ ദിവസം അതേ സമയമായപ്പോ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബസ്സിന്റെ ബ്രേക്ക് ഫെയിലിയറായി ഒരു സ്കൂളിന്റെ മതിലിലേക്ക് ചെന്ന് ഇടിക്കുകയും അത്ഭുതകരമായിട്ട് എൻ്റെ അമ്മ രക്ഷപ്പെട്ടു, വീട്ടിലേക്ക് വന്നു. അതേ സമയം ആ 3 മണിയാകുന്ന സമയത്ത് എൻ്റെ അപ്പൻ, ഞാൻ പറഞ്ഞല്ലോ പാറപ്പണിയാണ്, ഒരു 5 നില ഹൈറ്റ് വരും ഒരു പാറ. അത് അടിച്ചടിച്ചടിച്ചടിച്ച് അവരങ്ങനെ കൊണ്ടുപോയിരിക്കും. അപ്പോ അത് പോകണമെങ്കിൽ ഏകദേശം തിരിച്ച് താഴെ ഇറങ്ങി വരണമെങ്കിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ചുറ്റി വരണം, മുകളിൽ നിന്ന് താഴെ ഇറങ്ങി വരണം. അപ്പൊ പുള്ളിക്കാരന് ഈ പാറയിലും മണ്ടയിൽ കയറി തമരൊക്കെ അടിച്ചതിന് ശേഷം അതിനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് കല്ല് അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് തമര് നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരിമരുന്നുണ്ട്, തിരിയുണ്ട്. ഇതെല്ലാം വെച്ച് അടുത്ത് വെച്ചിട്ട് ഒരു 10-25 കിലോ സാധനം ഇങ്ങനെ വെച്ചിട്ടിരിക്കുക. അപ്പൊ നോക്കിയപ്പോ ഈ തിരി കട്ട് ചെയ്യണമെങ്കിൽ ബ്ലേഡ് വേണം. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന പറയുമ്പോ ഇറങ്ങി വരണമെങ്കിൽ 1.5 കിലോമീറ്റർ ഇങ്ങനെ ചുറ്റി ഇറങ്ങി വരണം, താഴെ വരണം. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എളുപ്പ പണിക്ക് വേണ്ടി പാറപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് ഈ കല്ലുകൊണ്ട് അങ്ങ് തള്ളി ചതച്ചപ്പോൾ ഇതിൽ നിന്ന് തീപ്പൊരി സ്പാർക്കായി. പുള്ളി ഇതൊന്നും കാണുന്നില്ല, ഇതിനകത്തോട്ട് തീ ഇറങ്ങി. ഈ കരിമരുന്ന് ഈ തിരിക്കകത്തോട്ട് ഇത് തീ പിടിച്ചപ്പോ ഇതിനെ എടുത്ത് കരിമരുന്ന് ഡപ്പയ്ക്കകത്തോട്ട് അങ്ങോട്ട് ഈ കരിമരുന്നിനകത്തോട്ടിട്ട് 25 കിലോ അതിനെയും തൂക്കി കയ്യിൽ പിടിച്ചിട്ട് പുള്ളി 10-15-20 കിലോ വരും. ഇതിനെയും തൂക്കി എടുത്തു പോകാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് ഈ തമര് പൊട്ടി, ഈ പാറ പൊട്ടി. ഇതിനകത്തിരുന്ന 10-25 കിലോ ഈ കരിമരുന്നെല്ലാം കൂടെ കത്തി പുള്ളിയുടെ ദേഹത്ത് പിടിച്ച് പുള്ളി നിന്ന് കത്തുക, തലയിൽ നിന്ന് ഉള്ളംകാൽ വരെ നിന്ന് കത്തി. ഈ വെടിയും കൂടെ പൊട്ടിയപ്പോ പുള്ളി ഈ 5 നില, 5 ഒത്തിരി ഹൈറ്റ് വരും, അതിന്റെ മുകളിൽ നിന്ന് പുള്ളി പാറ കഷ്ണങ്ങൾ താഴെ ഒരുപാട് ഒരു 10-15 ലോറികൾ വന്ന് ലോഡ് കയറ്റുന്ന ആൾക്കാർ വന്ന് ഒരു വലിയ കോറിയാണ് ഇതിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയിൽ കൂടെ ഇദ്ദേഹവും പാറയും ഒക്കെ ആൾക്കാരൊക്കെ പേടിച്ച് ഓടുക, വെടികൊണ്ട് സൗണ്ട് കേട്ട് എല്ലാരും ഓടി മുകളിലോട്ട് നോക്കിയപ്പോ ആളും കത്തി വരുന്നുണ്ട്, പാറയും വരുന്നുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ ഈ കയ്യിലുള്ള ഈ കരിമരുന്നൊന്നും വിടുന്നില്ല. ഇതെല്ലാം കൂടെ അങ്ങനെ വെച്ച് മൊത്തത്തിൽ കത്തി കരിഞ്ഞ് പുള്ളി നേരെ വന്ന് നിലം പതിച്ചു. ആൾക്കാര് ഓടി വന്ന് കൂടിയപ്പോൾ ആള് സംസാരിക്കുന്നുണ്ട്. ശരീരം കത്തി എരിഞ്ഞ് ഇങ്ങനെ മാംസമെല്ലാം ഇങ്ങനെ പിഞ്ചു വരിക, പുറത്തോട്ട് വരിക മൊത്തം. അപ്പൊ പുള്ളിയുടെ ദേഹത്ത് തൊട്ടാൽ ചിലപ്പോ പുള്ളിയുടെ ശരീരം തന്നെ രണ്ടായിട്ടൊക്കെ മുറിഞ്ഞു പോവാൻ, അങ്ങനെ കൈയും കാലെല്ലാം ഇങ്ങനെ പറിച്ച് നമ്മള് ഗില്ല് ചെയ്ത കോഴിയുടെ കണക്കായി പുള്ളിയുടെ ശരീരം. അപ്പോ എല്ലാരും കൂടെ നോക്കിയപ്പോ പുള്ളി കിടന്ന് സംസാരിക്കുന്നു. തലമുടി മുഴുവനും കരിഞ്ഞു. ഇട്ടിരുന്ന ഉടുപ്പ് മുഴുവനും പോളിഷ് ഉടുപ്പും ലുങ്കി എല്ലാം കത്തിക്കരിഞ്ഞ് അതെല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുക. ഡ്രസ്സെല്ലാം ഇങ്ങനെ കത്തിക്കരിഞ്ഞ് ആ മാംസത്തോട് ഒട്ടിപ്പിടിച്ചിരിക്കുക. ഇദ്ദേഹം താഴെ വീണ് ആൾക്കാരെല്ലാം കൂടെ ഓടിക്കൂടിയിട്ട് ഇദ്ദേഹത്തിനെ പിടിച്ച് വാഴ വെട്ടി അതിനെ ചതച്ച് അതിന്റെ ചാറ് പിഴിഞ്ഞൊഴിക്കുക. ഇദ്ദേഹത്തിന് സഹിക്കാൻ വയ്യ. അപ്പൊ എന്തായാലും മരണം അവരെല്ലാവരും ഉറപ്പിച്ചു. കുറച്ച് നിമിഷങ്ങൾ ഇത് ചതച്ച് വാഴയെല്ലാം ചതച്ച് അതിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ പുറത്തൊക്കെ ഒഴിച്ച് വല്ലവിധേന ഇദ്ദേഹത്തിനെ താങ്ങി. എന്നിട്ട് വാഴ വെട്ടി ലോറിയുടെ മണ്ടയിൽ ലോറിയിൽ പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് അതിനെ ചതച്ച് ഇദ്ദേഹത്തിന് അതിന്റെ പുറത്ത് കിടത്തിയിട്ട് വാഴയിലെല്ലാം പൊതിഞ്ഞ് ഇദ്ദേഹത്തെ നേരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 3 മണിക്ക് നടക്കുന്ന കർത്താവിന്റെ ദാസൻ പറഞ്ഞ അതേ സമയത്ത് 3 മണിക്ക് ആക്സിഡന്റ് നടക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി. ആ സമയത്തൊന്നും അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു സമയം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നിട്ട് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് ഇദ്ദേഹത്തെ തൂക്കി ഒരു സ്ട്രെച്ചറിലിട്ടിട്ട് ഡോക്ടർമാര് തിരിഞ്ഞു നോക്കുന്നില്ല. കാരണം ഇത് മരിക്കുമെന്ന് അവർക്കറിയാം. 1 മണിക്കൂറല്ല 2 മണിക്കൂർ. അപ്പോഴും ഇദ്ദേഹം വിളിച്ച് കിടക്കുക, എന്നെ രക്ഷിക്കണമെന്ന്. ആർക്കും തൊടാൻ പറ്റുന്നില്ല. കരിഞ്ഞ് വെന്ത് നാറുന്ന മാംസം, ശരീരമെല്ലാം പിഞ്ചു വരുന്ന ഒരവസ്ഥ. തൊട്ടാൽ ആ ഭാഗത്തുനിന്ന് അങ്ങനെ മാംസം അങ്ങ് പറഞ്ഞു വരും.
ഹാർട്ടെല്ലാം അങ്ങ് വെന്ത്, ലിവറെല്ലാം വെന്ത് ഒരു വല്ലാത്ത പരുവത്തിന് പുള്ളി കിടക്കുക. ഡോക്ടർമാരെ 8 മണിയായിട്ട് ഡോക്ടർമാർ നോക്കുന്നില്ല, ഇദ്ദേഹം മരിക്കുന്നില്ല എന്ന് കണ്ടു. അപ്പൊ ഓടി എന്റെ വീട്ടില് ആള് വരിക. ആരോ വന്ന് പറഞ്ഞു, നിന്റെ ഭർത്താവ് ഇതുപോലെ വീണ് ആശുപത്രി കൊണ്ടുപോയി. എന്റെ അമ്മ അന്ന് രാത്രി ഇറങ്ങി ഓടും. അന്ന് രാത്രി 3 കിലോമീറ്റർ 2.5 കിലോമീറ്റർ നടന്ന് വന്ന്, വണ്ടിയൊന്നും ഇല്ലെന്ന്, ഒറ്റയ്ക്ക് ഇറങ്ങി നടന്ന് കിട്ടിയതും കയ്യിലെടുത്തിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഓടുക. അവിടെ ചെന്നപ്പോ എന്തൊക്കെ മരുന്നൊക്കെ തേച്ച് മരിക്കുന്നില്ല എന്ന് കണ്ട് ഡോക്ടർമാർ അങ്ങനെ ഇട്ടിരിക്കുക. ഞരമ്പിടാൻ വേണ്ടി ട്രിപ്പ് ഇടാനും ഞരമ്പില്ല, എല്ലാം വെന്തിരിക്കുക, ഒരു നിവൃത്തിയില്ല. എന്റെ അമ്മ പറഞ്ഞു, ഇല്ല എന്റെ ഇദ്ദേഹം മരിക്കത്തില്ല, യേശുവിന് ഇദ്ദേഹത്തിന് വേണം. എന്റെ അമ്മ അവിടെ ഇരുന്ന് കണ്ണുനീരോടെ കരഞ്ഞിട്ട് പറഞ്ഞു, ഇല്ല മരിക്കില്ല, നിങ്ങൾ യേശുവിനെ അറിഞ്ഞേ മരിക്കുള്ളൂ, യേശുവിന് വേണം. എന്റെ അമ്മയുടെ കണ്ണുനീര്. എന്റെ അമ്മ അവിടെ നിന്ന് കരഞ്ഞ് നിലവിളിക്കുക. ഒടുക്കം എന്റെ അമ്മ മാത്രം ബാലൻസായി, എല്ലാവരും പോവാൻ തുടങ്ങി. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും പോയി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 18ാമത്തെ വാർഡില് കത്തിക്കരിഞ്ഞ ഒരു ശരീരം 1 വർഷം കിടന്നു. കത്തിക്കരിഞ്ഞ ശരീരം 1 വർഷം ഒരു ബെഡില് 1 വർഷം ചത്തു എന്ന് പറഞ്ഞ് എന്റെ ബന്ധുക്കളെല്ലാം ഞങ്ങളെ നോക്കി, ഇപ്പൊ കൊണ്ടുവരും, ബോഡി കൊണ്ടുവരും, അവൻ തീർന്നു. നാട്ടുകാർക്കെല്ലാം സ്വസ്ഥതയായി. നാട്ടുകാരെല്ലാം പറഞ്ഞു, അവന്റെ പ്രശ്നം ഇതോടെ തീർന്നു, അവൻ തീർന്നു, നശിച്ചു, ഇനി ഒരിക്കലും ജീവനോടെ വരില്ല, നശിച്ചു എന്ന് നാട്ടുകാരും ഒരുപോലെ പറഞ്ഞു. ഞാനും എന്റെ അനുജനും ഏറ്റവും ഇളയവൻ 3 പേരൊരു വീട്ടില്. അന്ന് രാത്രി എന്റെ അമ്മ ഇറങ്ങിപ്പോയത് 1 വർഷം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എന്റെ അപ്പനോടൊപ്പം. ഡോക്ടർമാര് രാത്രി മുഴുവൻ എന്റെ അമ്മ കണ്ണുനീര് കാൽക്കൽ വന്നിരുന്ന് എന്റെ അപ്പന് വേണ്ടി കണ്ണുനീരൊഴുക്കി കരയുമായിരുന്നു. കുറെ നാൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞെങ്കിൽ എന്റെ അപ്പന്റെ പാദത്തിൽ വന്നിരുന്ന്, അപ്പന്റെ കാലിൽ വന്നിരുന്ന് കരയും. അല്പം ചലിക്കാൻ തുടങ്ങുമ്പോ എന്റെ അമ്മയെ ചവിട്ടും. ഇറങ്ങിപ്പോ, നിന്റെ യേശു കാരണമാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചത്. എന്റെ അപ്പന്റെ ഫോട്ടോ ഒന്നും ഞങ്ങൾക്ക് അന്നത്തെ രീതിയിൽ വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പന്റെ ശരീരമൊക്കെ കണ്ടാൽ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു. പക്ഷെ മരിക്കുമ്പോഴും ആ പാടുകളെല്ലാം എൻ്റെ അപ്പന്റെ ശരീരത്തിലുണ്ടായി. എൻ്റെ അപ്പൻ എന്ത് ചെയ്യുന്നറിയാമോ, ആ ഹോസ്പിറ്റലിൽ നിന്ന് അടിക്കുമായിരുന്നു എൻ്റെ അമ്മയെ. അടിക്കുമ്പോ അന്നത്തെ ഡോക്ടേഴ്സ് എന്തെങ്കിലും കൊടുത്ത് ഇങ്ങനെ കൊന്നു തരട്ടെ എന്ന് പറയും. ഇങ്ങനെ ചേച്ചി ഇത്രയും കഷ്ടപ്പെടുത്തുന്നില്ലേ, ഇത്രയും വിഷമം. എൻ്റെ അപ്പം അമ്മ പറയും, വേണ്ട, എനിക്ക് ഇദ്ദേഹത്തിന് വേണം, എന്റെ യേശുവിന് ഇദ്ദേഹത്തിന് വേണം. വചനം എന്താ പറയുന്നറിയാമോ? ഇന്ന് തെരുവിലിറങ്ങി സുവിശേഷം റോഡിൽ കിടക്കുന്ന ഭിക്ഷക്കാരനും ഭ്രാന്ത് പിടിച്ചു കിടക്കുന്ന ആൾക്കാരും അവന്റെ ഉള്ളിനകത്തൊരു ആത്മാവുണ്ട്. വചനം അതാ പറയുന്നത്, ഈ മനുഷ്യ, നീ സർവ്വലോകത്തെ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിനക്കെന്ത് പ്രയോജനം? ദാറ്റ് മീൻസ് ഈ ലോകത്തിലുള്ളതിന് എല്ലാത്തേക്കാളും വലുത് അവന്റെ ആത്മാവാണ്. നമ്മുടെ ഹൃദയമാകുന്ന മന്ദിരത്തിലാണ് ദൈവം വസിക്കുന്നത്, ആലയങ്ങളിലല്ല, വലിയ വലിയ സൗധങ്ങളിലല്ല. കർത്താവ് പറയുന്നത്, കർത്താവ് തേടിപ്പോയത് പാപികളെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും സ്തോത്രം പറയാം. കർത്താവ് പോയത് പാപികളെ തേടിയാണ്. പക്ഷെ പാപത്തെ സ്നേഹിച്ചില്ല, പാപികളെ കർത്താവ് സ്നേഹിച്ചു. ശമരിയ സ്ത്രീയെ തേടിപ്പോയി, കർത്താവ് പാപികളായവരെ തേടിപ്പോയി, സക്കായിയെ തേടിപ്പോയി. അതാ പറയുന്നത്, ഇന്ന് സാധുക്കളെ ഞാൻ ഒരിക്കലും ഞാൻ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, ഒരുത്തനെ നീ പഴിക്കരുത്, ദുഷിക്കരുത്, ഒരു സാധുക്കളെ നീ ദുഷിക്കരുത്. കാരണം എന്താണെന്നറിയോ? എപ്പോഴാണ് ദൈവം അവനെ മാറ്റുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ അഭിഷേകത്തിന് അത്രയേറെ പവറുണ്ട്. ദാവീദിനെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ദാവീദിനെ പുറത്തു കൊണ്ടുവന്ന ആ അഭിഷേകമാണ്. ഒരു യോസേപ്പ് മതിലിന്മേൽ പടർന്നു പിടിക്കുന്ന ഒരു മുന്തിരിവള്ളി എന്നാണ്. ആ മതില് കെട്ടി അങ്ങോട്ട് പോകരുത് നീ, അത്രയ്ക്ക് യോസേപ്പിനെ മതില് കെട്ടി അവര് മറച്ചു. പക്ഷെ യോസേപ്പും മതിലും കവിഞ്ഞു, അവൻ പടർന്നു പിടിച്ചു. യോസേപ്പിന് വന്ന മതിലെന്തുവാ? പൊട്ടക്കിണർ, സഹോദരന്മാരുടെ ഉള്ള പ്രശ്നങ്ങൾ. ഒരു അടിമയെ കൊണ്ടുവന്ന് ചന്തയിൽ നിർത്തിയാൽ വസ്ത്രം മുഴുവനും ഊരി അവന്റെ ശരീരത്തിൽ ഒരുവിധ കുറവുകളുമില്ലാന്ന് കണ്ടാലേ യജമാനൻ വാങ്ങിക്കൊണ്ട് പോകും. അങ്ങനെയുള്ള യോസേപ്പിന് ദൈവം പിൻവാതിലൂടെ നിയമിച്ചില്ല, രാജാവിന്റെ മുൻ നിയമനമാണ്. രാജാവ് ഡയറക്റ്റ് രാജസിംഹാസനത്തിൽ ധൈര്യപൂർവ്വം കയറിപ്പോയ ഒരു യോസേപ്പാണ്. അതുകൊണ്ട് എന്നെ ഈ കേൾക്കുന്ന എന്റെ ഈ സാക്ഷ്യം എത്ര വർഷമായിരുന്നാലും, ഞാൻ മരിച്ചാലും ഈ സാക്ഷ്യം ഇങ്ങനെ ഓടിയിട്ടേ ഇരിക്കും. അടുത്ത് വരുന്ന തലമുറയായാലും 10 വർഷം കഴിഞ്ഞ് വരുന്ന തലമുറയായാലും
കർത്താവിന്റെ വരവ് വരെ ഈ സാക്ഷ്യം ഇങ്ങനെ ഓടിയിട്ടേയിരിക്കും. ആമേൻ. അപ്പൊ ഈ യൂട്യൂബ് ചാനൽ പോയാലും ഇവരാരും ശ്രദ്ധിക്കാതെ പോയാലും ഇത് നെറ്റിനകത്ത് തന്നെ കാണും. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴും നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് എന്തെന്നറിയാം, സാധുക്കളെ മാത്രം ഒന്നും ചെയ്യരുത്. സാധുക്കളുടെ വചനം പറയുന്നത് സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത ഒരു ദൈവം. എപ്പോഴാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ആമേൻ. നീ വെറുത്തവനെ, നീ തള്ളിയവനെ ഒരു നാൾ നീ പരിഗണിക്കേണ്ടി വരും, ഒരു നാൾ നീ മാനിക്കേണ്ടി വരും, ഒരു നാൾ നീ അവനെ സല്യൂട്ട് അടിക്കേണ്ടി വരും. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഓർത്തു വേണം പോകാൻ. ഇത് എന്നോട് ദൈവാത്മാ പറഞ്ഞുകൊണ്ട് ഞാൻ അതുപോലെ വാക്ക് അവിടെ വെച്ചിരിക്കുക. സ്വതന്ത്രം. കാരണം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളത് കൊണ്ട്, എന്നെ ഒതുക്കിയത് കൊണ്ട്, എന്നെ ഒതുക്കിയത് മുഴുവൻ ആത്മീയ ശുശ്രൂഷ കോളത്തിൽ ഒരുപാട് പേര് എന്നെ ഒതുക്കിയിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ഈ ലെവലിൽ വന്നിരുന്ന് ധൈര്യപൂർവ്വം നിങ്ങളോടൊരു സാക്ഷ്യം പറയുന്നുണ്ടെങ്കിൽ എന്റെ സ്വർഗത്തിലെ ദൈവം മാത്രമാണ്, കർത്താവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. കർത്താവിന്റെ കൃപയാ. ചില ഗുരുക്കന്മാരെ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ആത്മീക ഗുരുക്കന്മാർ, എന്റെ പിതാക്കന്മാരെ ഞാൻ ഓർക്കുന്നുണ്ട്. അവര് നിമിത്തം അവരുടെ ശിക്ഷണത്തിനുള്ള അടുക്കൻ ചിട്ടയും ശുശ്രൂഷയും എന്നിൽ വന്നതുകൊണ്ട്, ദൈവം എന്റെ കൂടെ ഉള്ളത് കൊണ്ട്, എന്റെ മാതാവിന്റെ കണ്ണുനീരും ഇന്ന് ഈ ശുശ്രൂഷയിൽ ഞാൻ ഇതുവരെ പിടിച്ചു നിൽക്കുന്നു. ആമേൻ. ശരി, തുടർന്നും നമുക്ക് സംസാരിക്കട്ടെ. ആമേ. അപ്പൻ 1 വർഷം, ആമേ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, എൻ്റെ അമ്മയെ സഹായിക്കാൻ ആരുമില്ല. രാത്രി മുഴുവനും പ്രാർത്ഥിക്കും. രാവിലെ വീൽ ചെയർ രോഗികളെ തള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുപോകുമ്പോൾ അവര് 1 രൂപ 2 രൂപ കൊടുക്കും. പിന്നെ മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ ചെന്ന് നിന്ന് കൈനീട്ടി പിച്ചയെടുത്ത് ആ കിട്ടുന്ന പൈസ കൊണ്ടുവന്ന് എൻ്റെ അപ്പന് ആഹാരം മേടിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ 1 വർഷം കഴിയുമ്പോൾ എൻ്റെ അപ്പൻ ഡോക്ടർ പറഞ്ഞ് തീർന്നു പോകും. എല്ലാവരും വലിച്ചെറിഞ്ഞിട്ടിരുന്ന ആ ബോഡി ഉണ്ടല്ലോ, ശവം, ആമെ, കത്തിക്കരിഞ്ഞ്, ആമെ, മാംസം കരിഞ്ഞ് നാറിയ ആ ശരീരം കറക്റ്റ് 1 വർഷമായപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിട്ട് എൻ്റെ അപ്പൻ എൻ്റെ നാട്ടിലേക്ക് വന്നു. സംഭവിച്ചത് എന്തെന്നറിയുമ്പോ, ഈ 1 വർഷത്തെ ജീവിതമാണ് ഞങ്ങളെ വളരെയധികം കുലുക്കിയത്. കഴിക്കാൻ ആഹാരമില്ല, പഴയ അവസ്ഥയിലേക്ക് പോയി. എല്ലാ ശനിയാഴ്ചയും എൻ്റെ അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ ചേട്ടനെ വിളിച്ചു വരുത്തി, മൂത്ത ചേട്ടൻ എൻ്റെ അപ്പന് കാവലിരുന്നിട്ട് ഒരാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് ഉണ്ടോന്ന് അറിയത്തില്ല, മുട്ടയും പാലും ബിസ്ക്കറ്റും ബ്രെഡും കിട്ടുമായിരുന്നു ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഇത് വാങ്ങി ഒരു കവറിനകത്ത് അടുക്കി എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോ ഇത് കൊണ്ടുവരും. ഇതിനകത്ത് ബ്രെഡെല്ലാം പൂത്തിരിക്കും, ചീഞ്ഞിരിക്കും. ഞങ്ങൾ അതിനെ പുറത്തൊന്ന് തുടച്ച് മാറ്റിയിട്ട്, ഇന്ന് ഞാൻ ബേക്കറിയിൽ ചെന്നാൽ ആദ്യം എക്സ്പയറി ആയിട്ടുണ്ടോ എന്ന് നോക്കും. അന്ന് പക്ഷെ ഞങ്ങൾക്ക് അതറിയത്തില്ല. ഇതിനെ തൂത്ത് മാറ്റിയിട്ട് ഒരാഴ്ച ഞങ്ങൾ അത് ഭക്ഷിക്കുക, അടുത്ത അമ്മ വരുന്നത് വരെ. ബിസ്ക്കറ്റ്, കിട്ടുന്ന മുട്ട, പാല്. അപ്പൊ എൻ്റെ അമ്മയുടെ അനുഭവം കണ്ടിട്ട് അടുത്തുള്ള രോഗികളെല്ലാം അവർക്ക് കിട്ടുന്നത് എൻ്റെ അമ്മയുടെ കയ്യിലേക്ക് കൊടുത്ത് മേടിച്ച് ഞങ്ങളത് 1 വർഷം കഴിച്ച് ഞങ്ങൾ സ്കൂളിലും പോയി, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു, ആലയത്തിൽ മുടങ്ങാതെ ഞങ്ങൾ കടന്നുപോയി. അന്ന് എൻ്റെ വീട്ടിന്റെ മുറ്റത്തൊരു പ്ലാവ് മരം ഉണ്ടായിരുന്നു. പ്ലാവ്. ആ ദൈവം ഒരു മനുഷ്യന് വേണ്ടി ഒരുക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. സീസൺ അല്ലെങ്കിൽ കൂടെ ആ പ്ലാവിന് എപ്പോഴും ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക ഞങ്ങൾ കഴിച്ച് ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളെ ദൈവം ശ്രേഷ്ഠകരമായ ആ സമയങ്ങളിലൊക്കെ നടത്തി. ആ സമയത്ത് സഭയിലൊക്കെ ഞങ്ങള് ആക്റ്റീവായിരുന്നു. പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ, നമ്മളെ മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കാതെ പോട്ടെ. നമുക്കെതിരെ ഒരുപാട് പേര് എഴുന്നേൽക്കാം. ഞാൻ പലപ്പോഴും എൻ്റെ സഭയിൽ ഞാൻ പോകുന്നിടത്തൊക്കെ ശുശ്രൂഷിക്കുമ്പോൾ പറയും, നിന്റെ നിരപരാധിത്വം നീ 10 പേരുടെ നടുവിൽ നീ ലജ്ജിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ നിരപരാധിത്വം അവിടെ തെളിയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ 100 പേരുടെ മധ്യേ ദൈവം തലയെ ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ വിശ്വസിക്കുക. ഈ ലോകം തരാത്ത സ്നേഹവും സമാധാനവും സന്തോഷവും യേശു തരും. ആ രോഗം മാറാൻ വേണ്ടി മാത്രം സഭയ്ക്കകത്ത് വന്ന് രോഗം മാറിയിട്ട് പോകുന്നവർക്കൊക്കെ ഇതൊരു അനുഭവമായിരിക്കണം. നിങ്ങൾ രോഗം വന്ന് മാറിയിട്ട് ആ ദൈവദാസനെയും കുറ്റം പറഞ്ഞ്, ആ സംഘടനയും കുറ്റം പറഞ്ഞ്, ഒരു കൂട്ടം ദൈവമക്കളെയും കുറ്റം പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ ഓർത്തോണം, നമുക്ക് വേണ്ടി, നിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു നരകമുണ്ടെന്ന് ഓർത്തോണം. വലിയ ശിക്ഷാവിധിയാണ്. പക്ഷെ ഞങ്ങള് അവിടെയും പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ്
എൻ്റെ ചേട്ടൻ്റെ രണ്ടാം അപ്പം വന്നു. അപ്പം കുറച്ച് ദിവസം കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, നിന്റെ ജീവകാലത്ത് നീ ജോലിക്ക് പോകരുത്, പറ്റത്തില്ല. എൻ്റെ അപ്പം പിറ്റേ മാസം കൊണ്ട് ജോലിക്ക് വന്നു. അപ്പോഴും പൈസയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ വീണ്ടും മദ്യപാനം തുടങ്ങി. പിന്നീട് പുള്ളി പുക വലിക്കും, മുറുക്കും. ഞങ്ങളുടെ വീട്ടിന്റെ ഹോൾസിലൊക്കെ ബീഡിയുടെ കുറ്റിയാണ്. മുറുക്കാൻ ചവച്ചിട്ട് അവിടെ തന്നെ തുപ്പും. മദ്യക്കുപ്പി എപ്പോഴും പുള്ളിയുടെ തലയ്ക്കടിയിലുണ്ടാവും. കുടിക്കും, ബഹളം ഉണ്ടാക്കും. അത് തന്നെ പുള്ളിയുടെ പ്രശ്നം പഴയതിനേക്കാൾ രൂക്ഷമായി മാറും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ചേട്ടൻ ഇവിടെ വന്ന് കണ്ടപ്പോൾ വീടൊക്കെ വളരെ മോശമായ സിറ്റുവേഷൻ, പഴയതിനേക്കാൾ കഷ്ടത്തോടെ കിടക്കുന്ന, മഴയും നനഞ്ഞ് നശിച്ചു കിടക്കുക. പുള്ളിക്കാരന് അവിടെ ചെന്ന് പുള്ളിക്ക് റൂമുണ്ട്, അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും. പുള്ളി പക്ഷെ അതിനകത്ത് കിടക്കത്തില്ല, ടെറസിന്റെ മണ്ടയിൽ കിടക്കും. ഒരു ദിവസം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അങ്കിള് വന്ന് റൂമിൽ നോക്കിയപ്പോ ഇവനെ കാണാനില്ല. കൂടെ എടുത്ത് അവിടെ ഇവനെ വിളിച്ചു, വിമല എവിടെയാ? പിന്നെ അവരിട്ടിരിക്കുന്ന പേരാ കുമാർ എവിടെയാ? ഇവർ അന്വേഷിച്ച് ചെന്നപ്പോ ടെറസിന്റെ മണ്ടയിൽ ചെന്നിരുന്ന് കരയുകയാണ്. അപ്പൊ ചോദിച്ചു, മോനെ നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നേ? അപ്പൊ എൻ്റെ ചേട്ടൻ പറഞ്ഞു, കൊച്ചങ്ങളെ, എൻ്റെ അനിയന്മാരിപ്പോ മഴയത്ത് എൻ്റെ അമ്മയുമായിട്ട് ഇരുന്ന് നനയുന്നുണ്ടായിരിക്കും അല്ലേ? ഒരു തുള്ളി വെള്ളം പോലും വെളിയിൽ പോവാതെ എൻ്റെ വീട്ടിനകത്ത് അവർ നനഞ്ഞ് കഷ്ടപ്പെട്ട് ഇപ്പൊ ഉറക്കൊഴിഞ്ഞിരിപ്പുണ്ട്. ഞാൻ എങ്ങനെ ഈ റൂമിനകത്ത് കിടന്നു? ഞാൻ അവർക്കുള്ളതല്ലേ, അവരെനിക്കുള്ളതല്ലേ? അവന് അവിടെ ഇരുന്ന് ആ രാത്രി ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ അദ്ദേഹം തൂക്കിയെടുത്ത് താങ്ങി നിർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് ജീവനുണ്ടെങ്കിൽ നിനക്കൊരു ഞാൻ വീട് വെച്ച് തരും. നീ കരയാതെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആമേൻ. പിറ്റേ ദിവസം രാത്രി ആകുമ്പോ ഞങ്ങളുടെ വീട്ടിന്റെ മുറ്റത്തൊരു ലോറി വന്ന് നിൽക്കുക. നോക്കിയപ്പോ കുറെ ഇഷ്ടിക കൊണ്ടിറക്കുക. അപ്പൊ എൻ്റെ അപ്പം പറഞ്ഞു, ഇതൊന്നും ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് വെക്കാൻ പൈസയില്ല, ഇതെടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവര് മൈൻഡ് ചെയ്യാതെ അവിടെ കുറെ ഇഷ്ടിക ഇറക്കി വെച്ചിട്ട് അവര് പോയി. പിറ്റേ ദിവസം നോക്കിയപ്പോ കുറെ ഓട് വരിക, അത് അവിടെ ഇറക്കി വെച്ചിട്ട് എൻ്റെ അപ്പം പറഞ്ഞ, എൻ്റെ ഇവിടെ പൈസ ഇല്ല, നിങ്ങൾ ഇതൊക്കെ എടുത്തോണ്ട് പോ, ഞങ്ങൾക്ക് വെക്കാൻ നിവർത്തിയില്ല. ദൈവമക്കളെ, വാസ്തവം പറഞ്ഞാൽ അത് ഒരു വർഷം അവിടെ ഇരുന്ന് നനഞ്ഞു. അവർക്കുള്ളത് പോലെ അത് വീട് വെക്കാൻ പറ്റുന്നു. ഒരു വർഷം അവിടെ നിരുന്ന വീണ്ടും പ്രാർത്ഥനയും ആരാധനയും. എൻ്റെ പിന്നേ വർഷം അതേ സമയം ആ സമയമൊക്കെ ആയപ്പോ വീണ്ടും ഒരു ലോറി വന്ന് ഇന്ത്യ ഇതുപോലെ കുറെ ഇഷ്ടിക കൊണ്ടിറക്കി, ബാക്കി ഓട് കൊണ്ടിറക്കി. പിന്നെ ഞങ്ങൾ അതിനകത്ത് നിന്ന് കുറേശ്ശെ പണി തുടങ്ങി. ഇന്ന് ഞാൻ ഓർക്കുന്നു, 2 ബെഡ്റൂമും, ഒരു ഹാള്, ഒരു ചെറിയൊരു കിച്ചൺ. ഇത് ഓടിട്ട ഒരു വീട്, മണ്ണ് കൊണ്ടുള്ള ഇഷ്ടികയാണ്. മൂലയെല്ലാം ചുടുകല്ല് കൊണ്ട് കെട്ടുന്ന ഒരനുഭവം പഴയ കാലഘട്ടത്തിൽ. ഇതെല്ലാം കെട്ടി മനോഹരമായ ഓടൊക്കെ ഇട്ട് നല്ല രീതിയിലായി. ആ സമയത്താണ് എൻ്റെ വീട് പ്രതിഷ്ഠിക്കേണ്ട സമയമായപ്പോൾ അപ്പന് പെട്ടെന്ന് മറ്റന്നാൾ വീട് പ്രതിഷ്ഠിക്കുക, എല്ലാ കാര്യങ്ങളൊക്കെ സഹകരിച്ച് അന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ദൈവാസനല്ല, വേറെ ദൈവാസന, ഭയങ്കര സ്നേഹമായിരുന്നു. എന്നെ പഠിപ്പിക്കുന്നത്, ഞങ്ങളെ കൂടെ കൊണ്ടു കിടക്കുന്നതൊക്കെ ഈ ദൈവാസന. അപ്പൊ ഈ ദൈവാസം പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. പെട്ടെന്ന് എൻ്റെ അപ്പന് സുഖമില്ലാതെ ന്യൂമോണിയ ബാധിച്ചു. അതാകെ അപ്പൻ അറിയുന്നില്ല, ഭയങ്കര പ്രശ്നത്തിലായി, പൊട്ടി മരണകരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അത് ആൾക്കാരെല്ലാം പറഞ്ഞു, ഇതോടെ തീർന്നു ഇങ്ങേരി, ഇനി മരണം പല പ്രാവശ്യം എൻ്റെ അപ്പനെ പിടിച്ചതാണ്. ചെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഏകദേശം എനിക്ക് തോന്നുന്നു 4-5 മാസത്തോളം ആ ഹോസ്പിറ്റലില് അപ്പൻ അഡ്മിറ്റായി. പിറ്റേ ദിവസം ദൈവാസം വന്ന് അമ്മ അവിടെ കൂട്ടിരിക്കുക. പിറ്റേ ദിവസം എൻ്റെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് വീട് തുറന്നു. മറ്റുള്ളവരോടൊക്കെ ഞങ്ങൾ പോയി പറഞ്ഞു, പാലിയത്തിൽ അപ്പനില്ല, അപ്പ ഇങ്ങനെയാണെന്ന രീതിയിലേക്ക് പോയി. Praise the Lord. Hallelujah. Amen. അപ്പോ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രശ്നങ്ങളുടെ നടുവിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ വീട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കിന്നും നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അപ്പൻ ആശുപത്രിയിൽ നിന്നൊക്കെ വന്നു.
വീണ്ടും മദ്യപാന പ്രശ്നങ്ങളുടെ നടുവിൽ. അപ്പൊ ഞങ്ങളുടെ പഠനം മുന്നോട്ട് പൊക്കൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ഗ്രാമങ്ങൾ തോറും ഞങ്ങൾ കയറി ഇറങ്ങി, ഓരോ വീടുകൾ തോറും ഇറങ്ങിക്ക് കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ച് ദൈവസന്നിധിയിലോട്ട് അടുത്തു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് സുവിശേഷ വേലയ്ക്ക് വരാൻ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു, താല്പര്യമേ ഇല്ല. ഒന്നെങ്കിൽ ഒരു പട്ടാളക്കാരനാകണം, അല്ലെങ്കിൽ ഒരു പോലീസുകാർ, ഒരു SI പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു പട്ടാളം. നല്ല രീതിയിൽ അങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാന് സ്പോർട്സിലൊക്കെ ഞാൻ 1ാം സ്ഥാനത്തായിരുന്നു. അതുകൊണ്ട് സാറന്മാർക്ക്, ഞങ്ങൾ വേറെ ശല്യമൊന്നുമില്ല സ്കൂളില്, സാറന്മാർക്കൊക്കെ എന്നോട് ഭയങ്കര കാര്യമാണ്. സ്പോർട്സിന്റെ ഇതിലൊക്കെ ഉള്ളത് കൊണ്ട് സാർ അന്നൊക്കെ ജോലി കിട്ടാൻ വളരെ എളുപ്പവുമായിരുന്നു. സാറന്മാര് എന്നോട് ഭയങ്കരമായിട്ട് പറയും, നിനക്ക് ജോലി കിട്ടും, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് എന്നെ എൻകറേജ് ചെയ്യുമായിരുന്നു. ആയിരിക്കുന്ന സമയത്താണ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഇതൊക്കെ കഴിഞ്ഞ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഞാന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ പലപ്പോഴും സുവിശേഷ വേലയുണ്ട്, വിളിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നെ അങ്ങ് വല്ലാതെ കഷ്ടപ്പെടുത്തുമായിരുന്നു ആ സമയങ്ങളിൽ. അപ്പൊ എനിക്ക് ഉള്ള ആഗ്രഹം സുവിശേഷ വേല ചെയ്യണ്ട, ജോലി ചെയ്ത് വീട്ടിലെ അമ്മയെ നോക്കണം, കാര്യങ്ങളൊക്കെ സെറ്റിലാക്കണം. അതുപോലെ ഞങ്ങൾക്ക് സഭയെ സംരക്ഷണം, ദൈവദാസന്മാരെ സഹായിക്കണം. ആ ഒരു ലെവലില് ഏത് ദൈവദാസന്മാര് വന്നാലും ശുശ്രൂഷയ്ക്കുള്ളവനാ, നീ ദൈവവിളിക്കുള്ളവനാ. പിന്നീട് ഞാൻ എൻ്റെ കൊച്ചുനാളിൽ സ്നാനപ്പെടുന്നതിന് മുമ്പേ ഞാൻ പ്രവചന വരം പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചു, അന്യഭാഷയില്ല ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. സ്നാനപ്പെടാൻ കുറച്ച് ലേറ്റായി പക്ഷെ എങ്കിലും കൃപാവരങ്ങളിൽ നിന്ന് കർത്താന്റെ ദാസനോട് നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ദൈവവിളി ഭയങ്കരമായി ശക്തമായി വന്നപ്പോ ഞാൻ ദേശത്തുനിന്ന് പോവാൻ തീരുമാനിച്ചു. എനിക്ക് സുവിശേഷ വേല വേണ്ട. അങ്ങനെ ഞാൻ നാട് വിട്ട് കുറച്ചു മാസങ്ങളോളം ഒളിച്ചു എന്ന് താമസിച്ച് കൊല്ലത്ത് വന്നു നീണ്ടകര ഭാഗങ്ങളിലൊക്കെ ജോലിയെടുത്തും അവിടെയുള്ള സിനിമാ തിയേറ്റർ മുഴുവനും കടന്നുപോയി സിനിമ കണ്ടും കർത്താവിൽ നിന്ന് അകരേണ്ട ഒരവസ്ഥ വന്നു. പക്ഷെ തമ്പുരാൻ അവിടെ നിന്ന് എന്നെ തിരിച്ചു പിടിച്ചു എന്നെ കൊണ്ടുവന്നു. ഞാൻ ഓർക്കുകയാണ്, 1998 കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്നാനമേറ്റ് സ്വീകരിച്ച് കർത്താവിന്റെ ദാസനോടൊപ്പം ഇരിക്കുമ്പോഴാണ് 1999 ബാംഗ്ലൂർ പഠിക്കാൻ വേണ്ടിയിട്ട് ബൈബിൾ കോളേജ് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പോ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാൻ ബൈബിൾ കോളേജ് പോകാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഒരു കീറിയ ബാഗ്, അതിനെ ഞങ്ങൾ തച്ചെടുത്ത്, പൈസയൊന്നുമില്ല, കിട്ടിയ തുണി അതിനകത്തിട്ട് ഒരു പാത്രവും ഗ്ലാസും, വെള്ളം കുടിക്കാൻ ഗ്ലാസും ഒരു പാത്രവും ഇതും എടുത്ത് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ കയറി ബാംഗ്ലൂരിലേക്ക് പോകുന്ന സമയത്ത് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ കയറുമ്പോൾ തിരക്ക് കാരണം എൻ്റെ ഈ ബാഗ് താഴെ വീണു. 2 കീറി എൻ്റെ തുണിയും പാത്രങ്ങളെല്ലാം പ്ലാറ്റ്ഫോമിൽ തെറിച്ച് കിടക്കും. എൻ്റെ ഈ 2ാമത്തെ ചേട്ടൻ ഓടി വന്ന് അത് വാരിയെടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ ഈ കഷ്ടങ്ങളെല്ലാം മാറും പെരുന്നാൾ. എന്നോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ തന്നെ, നമ്മുടെ അവസ്ഥ എന്നും മാറും, നമ്മുടെ ഈ വേദന എന്നും മാറും. അന്ന് എനിക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരോടെ, ഞാൻ കരയുന്നതിനേക്കാളും വലിയ രീതിയിൽ എൻ്റെ ബ്രദർ കരയുക. അതും വാങ്ങിയിട്ട് നേരെ ട്രെയിൻ ആദ്യമായിട്ട് ദേശം വിട്ട് ഞാൻ പോവുക. ഞാൻ ട്രെയിനിൽ കയറി ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂരിൽ ചെന്ന് ലിംഗരാജപുരത്ത് ഒരു ബൈബിൾ കോളേജിലാണ് പഠിക്കാൻ വേണ്ടി കടന്നു ചെല്ലുമ്പോഴേ എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ മലയാളം എന്ന് പറഞ്ഞു പോയത് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ കോളേജാണ്. അവിടെ ചെന്നപ്പോൾ നമ്മൾ അറിയാന്നുള്ളവർ കൂടെ ഇംഗ്ലീഷിൽ സംസാരിക്കും, നമ്മളെ കളിയാക്കുന്ന ഒരു ലെവലിലേക്ക്. ഞാൻ 2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തു. സാറ് അന്ന് വെളിപ്പാടെടുക്കുന്ന ഒരു സാറുണ്ട്, TN ഡാനിയൽ എന്ന് പറയുന്ന ഒരു സാറ് ദൈവാസനുണ്ടായിരുന്നു, അഭിഷേക്തനാണ്. പുള്ളി ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് പുള്ളി പറയാം, മമ്മാട്ടി എടുത്ത് കളിക്കാൻ പോവേണ്ടവനെല്ലാം ഇവിടെ ബൈബിൾ കോളേജിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചിരിക്കുക. അപ്പൊ എന്നോട് അടുത്തിരുന്ന ആൾക്കാരൊക്കെ എന്തിനാ ചിരിച്ച? സാർ പറഞ്ഞ തമാശയായിട്ട്. എനിക്ക് മനസ്സിലായില്ല, എല്ലാരും ചിരിച്ചപ്പോ ഞാനും ചിരിച്ചതാണ്. അങ്ങനെ എന്നോട് പറഞ്ഞു. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, നിന്നെ കളിയാക്കിയതാണ്. അപ്പൊ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ എല്ലാരും റൂമിലേക്ക് പോയപ്പോ ഞാൻ സ്റ്റെയറിന്റെ അടിയിൽ കയറി നിന്നിട്ട് കരയുക.
ഞാൻ ഇന്ന് വീട്ടിൽ പോകും. വീട്ടിൽ പോകണമെങ്കിലും പൈസയിൽ ആരെങ്കിലും സഹായിച്ചാലേ ഞാൻ വീട്ടിൽ പോകും. എനിക്കിവിടെ എന്നെ ആരും മാനിക്കത്തില്ല, എനിക്ക് സുവിശേഷ വേല പറ്റത്തില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴ് ക്ലാസ് മേളത്തെ നിലയിൽ നിന്ന് ക്ലാസ് എടുത്തിട്ട് താഴേക്ക് വരുന്ന എൻ്റെ സാറ് ഈ സൗണ്ട് എവിടെ നിന്നാണോ ഒരു കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന പുള്ളി വന്ന് നോക്കിയപ്പോ അത് നമ്മുടെ മരിച്ചുപോയ PS ഫിലിപ്പ് സാറിന്റെ അനുജൻ PS ജോർജ് സാർ. പുള്ളി വന്നിട്ട്, മോനെ നീ എന്തുവാ മോനെ ഈ ഇന്ന് കരയുന്നേ? ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനെ വിഷയം പാസ്റ്ററേ. അപ്പൊ മോനെ നിന്നെ ദൈവം അനുഗ്രഹിക്കൂടാ, നീ കഷ്ടമായിരുന്നാലും പിടിച്ചു നിൽക്കുക, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ആദ്യമൊക്കെ ഇങ്ങനെ വരും, സാരമില്ല, ഞങ്ങളൊക്കെ ഇല്ലേ. തലയിൽ കൈവച്ച ആ മനുഷ്യൻ പ്രാർത്ഥിച്ചെന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പൊ എനിക്ക് വീട്ടിൽ പോവാനും പേടിയാ. എന്റെ പാസ്റ്റർ എന്നെ യാത്ര അയക്കുമ്പോ ഇങ്ങനെ പറഞ്ഞു, എന്താ കഷ്ടം വന്നാലും നീ അവിടെ തന്നെ നിൽക്കണം. വചനം ഇങ്ങനെ കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് കൊള്ളരുതാത്തവനാണ്. അപ്പൊ ഞാൻ അവിടെ കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷേ ദൈവമക്കളെ, ഞാൻ എല്ലാരും പുറത്തു പോകുമ്പോ ഞാൻ വാതിൽ അടച്ചിട്ട് പഠിക്കാൻ തുടങ്ങി, വായിക്കാനും പഠിക്കാനും തുടങ്ങി. ഇംഗ്ലീഷ് വായിച്ച് മലയാള ബൈബിളും കൂടെ വെച്ച് വായിച്ച് എന്നെ കർത്താവ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്നെ കർത്താവ് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ തുടങ്ങി, വർഷിപ്പ് ലീഡ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഓരോ ചർച്ചിലും വിളിക്കാൻ തുടങ്ങി മീറ്റിങ്ങിന് വേണ്ടി. കർത്താവ് എന്നെ പുറത്തേക്ക് എടുക്കാൻ തുടങ്ങി. പക്ഷെ എല്ലാവർക്കും മണി ഓർഡർ വരുമ്പോൾ ഞാൻ മുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് സോപ്പ് മേടിക്കാനോ എണ്ണ മേടിക്കാനോ, എനിക്ക് ബ്ലേഡ് മേടിക്കാനോ, ഷേവ് ചെയ്യാനുള്ള ബ്ലേഡ് മേടിക്കാനോ, എനിക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനോ ₹1 പോലും ഇല്ല. ഞാൻ എല്ലാവരും ഇത് നോക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടി ആരെങ്കിലും അയച്ചു തരുമോ? ഒരു മണി ഓർഡർ എനിക്ക് വന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നറിയോ, എല്ലാവരും കുളിച്ച് പോയതിന് ശേഷം അവര് കുളിച്ചിട്ടിടുന്ന വേസ്റ്റ് സോപ്പ് ഇത്ര ചെറുതാകുമ്പോൾ അവര് വലിച്ചെറിയും. ഞാൻ ആ സോപ്പ് എടുത്ത് ഒട്ടിച്ച് വെച്ച് ഞാനതൊരു സോപ്പ് ഉണ്ടാക്കി, ഞാനത് തേച്ച് 2 വർഷം ഞാൻ പഠിച്ചു. അവര് ഉപയോഗിച്ചിട്ടിരുന്ന എണ്ണ കാലി ബോട്ടിൽ ഞാൻ അറുത്തിട്ട് അതിനകത്തുനിന്ന് ഞാൻ എടുത്ത് തേച്ച്, അവരിട്ടേച്ച് പോകുന്ന ഈ നമ്മുടെ പേസ്റ്റ് കോൾഗേറ്റ് അതിനെ ബ്ലേഡ് കൊണ്ടറുത്ത് ഞാൻ അത് എടുത്ത് പല്ല് തേച്ച് ഞാൻ അങ്ങനെ അവിടെ പഠിച്ചു. ഒരു ഫീസും അടയ്ക്കാൻ. ഗ്രാജുവേഷന് സമയമായപ്പോ എല്ലാവരും പുതിയ ഡ്രസ്സ് വാങ്ങുന്നു. എൻ്റെ കയ്യിൽ മാത്രം ഡ്രസ്സില്ല. വെള്ളയും ബ്ലാക്കും ഇടണമോ, കറുപ്പും വെള്ളയാണ്. ആരും മേടിച്ചു തരാനില്ല. എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രം ഡ്രസ്സ് ചെയ്യാതെ ഇരിക്കുമ്പോൾ ഞങ്ങളോട് പഠിച്ചതായ ഒരു അങ്കിള് സെബാസ്റ്റ്യൻ എന്ന് പറയും, MA വർഗീസ് പാസ്റ്റർ, ചർച്ചിലെ ഒരു വിശ്വാസിയാണ്. പുള്ളി സുവിശേഷാലെ പഠിക്കാൻ വേണ്ടി വന്നതാണ്. പുള്ളിക്കാരനോട് പിന്നെ നീ എന്തോടാ ഒരുങ്ങാത്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ എൻ്റെ അനുഭവം ഇങ്ങനെ അവസ്ഥയാ, അവിടെ ഇതിടാതെ പോകാനും പറ്റത്തില്ലല്ലോ. പുള്ളി ഓടിച്ചെന്ന് ഡ്രസ്സ് മേടിച്ചോണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇട്ടിട്ട് ഗ്രാജുവേഷൻ ചെയ്തിട്ട് അടുത്തൊരു കുറച്ചു ദിവസം നിന്നിട്ട് അടുത്ത് വീണ്ടും പഠിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വേറൊരു കോളേജിലേക്ക് അഡ്മിഷൻ എടുത്തു. അവിടെ ചെന്നപ്പോൾ അഡ്മിഷൻ ഫീസ് അടയ്ക്കാനില്ലാതെ ഞാൻ കാത്തിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന ഒരാൾ എന്നോട്, ഒരു ബ്രദർ പറഞ്ഞു, എനിക്ക് പിന്നെ തന്നാ മതി, ഇത് അടച്ചോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആദ്യം പൈസ അടച്ചു. അപ്പോഴ് ഞാന് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. അകത്ത് കയറിയപ്പോ ഓരോരുത്തരെയും ഇവര് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഒരാളോട് ചോദിച്ചു, ആരാ നിന്റെ ഫീസ് അടയ്ക്കും? അപ്പൊ അവൻ പറഞ്ഞു, ഞാൻ വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ വന്നു, ദൈവം നോക്കിക്കൊള്ളും മാസം. അപ്പൊ ആ പ്രിൻസിപ്പാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, നീ വിശ്വാസത്താൽ വന്നു, നിന്നെ ഞാൻ വിശ്വാസത്താൽ നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പറഞ്ഞു വിടുന്നു എന്ന്. അദ്ദേഹം ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് അഡ്മിഷൻ കൊടുത്തില്ല. അപ്പൊ ഇത് ഞാൻ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി, എനിക്കും അഡ്മിഷൻ കിട്ടാൻ ഏതൊരുവിധ ചാൻസും ഇല്ല. കാരണം അന്ന് 2001 കാര്യം ഞാൻ പറയുന്നത്. അന്ന് ഈ ഫീസ് അടയ്ക്കാൻ അന്ന് 1000 രൂപ ഫീസാണ് ആ സമയത്ത്. ബാംഗ്ലൂരിൽ തന്നെയാണോ പാസ്റ്റർ ഈ ബൈബിൾ കോളേജ്? അതെ, ബാംഗ്ലൂരിൽ തന്നെയാണ്. അപ്പോ നമുക്ക് അന്ന് 750 രൂപ അടച്ചാൽ മതി. ഹോസ്റ്റൽ ഫീസും എല്ലാം കൂടെ ചേർത്ത്, ഹോസ്റ്റലും ഇതെല്ലാം കൂടെ 750. അന്നത്തെ കാലത്ത് 750 ഭയങ്കര റേറ്റാണ്. അപ്പൊ പുള്ളിക്കാരൻ എന്നെ അടുത്ത എന്റെ ഊഴമായി അഡ്മിഷന് ഞാൻ അടച്ചു. ഈ തന്ന പൈസക്ക് അഡ്മിഷൻ അടച്ചു. പക്ഷേ എന്നോട് ചോദിച്ചു, ആരാ നിന്റെ ഫീസ് അടയ്ക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ അവിടെ ഇരുന്ന് കള്ളത്തരം പറഞ്ഞു, എന്റെ ബ്രദർ അടയ്ക്കും. അതിൽ അവരൊരു ആശ്വാസമായി. പക്ഷേ മാസം എല്ലാ 1-ാം തീയതി ഞാൻ ഗേറ്റിന് പുറത്താണ്. എന്നെ പുറത്താക്കും.
ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എന്റെ പുറത്താണ്. ആ കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു യൂക്കാലി മര ഇതുണ്ടായിരുന്നു, പ്ലാന്റേഷൻ. അവിടെ ചെന്ന് മുഴങ്കാൽ മടക്കി നിൽക്കും, രാത്രി വരെ പ്രാർത്ഥിക്കും. രാത്രി ആകുമ്പോൾ ഗേറ്റിൽ വന്ന് നിൽക്കും, ഉറങ്ങാനുള്ളൊരു അവസരം കിട്ടും. വൈകിട്ട് ഒരു നേരം ഭക്ഷണം കിട്ടും. പിറ്റേ ദിവസവും നമ്മൾ ഫീസ് അടച്ചില്ലെങ്കിൽ പുറത്തിറക്കി ഇദ്ദേഹം പറയും, നിങ്ങൾ എവിടെന്നെങ്കിലും പോയി ഫീസ് വാങ്ങിച്ചോണ്ട് പോവാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതേ സെബാസ്റ്റ്യൻ അങ്കിള്, ഞാനിങ്ങനെ റോഡേ നടന്നു പോകുമ്പോൾ പുള്ളിയുടെ ഒരു പ്രോപ്പർട്ടി പോയിട്ട് തിരിച്ചു വരുമ്പോ എന്നെ കണ്ട് വണ്ടി നിർത്തി എന്നോട് ചോദിച്ചു, എന്താ രാജനെ നടക്കുന്ന ഇങ്ങനെ? ഇല്ല അങ്കിളെ, ഞാൻ ചുമ്മാ നടന്ന്. എങ്ങനെ പോകുന്നു? അവിടെ എത്രയാ ഫീസ്? ഞാൻ പറഞ്ഞു, ഫീസൊക്കെ എത്രയാ? ഫീസൊക്കെ അടയ്ക്കുന്നുണ്ടോ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ആമേ. പുള്ളി ഉടനെ തന്നെ നിന്റെ മുഖം കണ്ടിട്ട് വിഷമം തോന്നുന്നു, എന്തു പറ്റി? ചായയൊക്കെ മേടിച്ചു തന്നിട്ട് പുള്ളി പോക്കറ്റില് കുറച്ച് കാശ് വെച്ചിട്ട് പോയി. നോക്കിയപ്പോ 2000 രൂപ ഉണ്ട്. 2 മാസത്തെ ഫീസ് അടയ്ക്കാനുള്ള വഴി കർത്താവ് തുറന്നു. പിന്നെ മുഴങ്കാലിലുള്ള പ്രാർത്ഥന. ഞാന് ദൈവമക്കളെ, എന്നെ കേൾക്കുന്നവര് ഒന്ന്, എനിക്ക് പറയാൻ ലജ്ജയില്ല കേട്ടോ. ആ സമയത്ത് ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ടോയ്ലറ്റ് ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞപ്പോ അത് പുറത്തുനിന്ന് ഒരു ടോയ്ലറ്റ് ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടത് ഞാനും ഇന്ന് PG വർഗീസ് അങ്കിളിന്റെ ടീമിലുള്ള ഒരു ദൈവദാസനും, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, വേറൊരു കർത്താവിന്റെ ദാസൻ, ഞങ്ങൾ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ ടോയ്ലറ്റ് ടാങ്ക് കോരി, സെപ്റ്റിക് ടാങ്ക് കോരി ഫീസ് അടച്ചു. ദൈവവേലയില്ല. അങ്ങനെയാ രാജം പാസ്റ്റർ ആയത്. മനസ്സിലാവുന്നുണ്ടോ? ആ അപ്പൊ BTH പഠിച്ചോണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ ആ ലെവലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ഭയങ്കര പോരാട്ടങ്ങൾ, പ്രശ്നങ്ങൾ. ഫീസിന്റെ കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു മെയിൻ ഒരു ഘടകമായിരുന്നു. ഞങ്ങളെ ചാപ്പലിൽ നിർത്തി എല്ലാവരുടെ മുന്നിൽ നിന്ദിക്കുക, പരിഹസിക്കുക, അതവിടെ ഒരു വിഷയമായി. പക്ഷെ ആ പ്രിൻസിപ്പളിന്റെ വൈഫിന് ഞങ്ങൾ ഈ കക്കൂസ് പോരുന്നത് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി, സ്നേഹം തോന്നിയതുകൊണ്ട് അവർക്ക് ഞങ്ങൾക്ക് വേണ്ട സോപ്പ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എണ്ണ മാസം തോറും ഈ പ്രിൻസിപ്പൾ അറിയാതെ ഞങ്ങൾക്ക് കൊണ്ടുതരും. പുള്ളിക്കാരി 1 വർഷത്തെ ഫീസ് കാർഡ് എടുത്ത് പുള്ളിക്കാരിയുടെ റിസ്കില് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നു. അന്ന് അങ്ങനെ ആ ബൈബിൾ കോളേജില് പിന്നീട് പഠിച്ച് ഗ്രാജുവേറ്റ് ചെയ്യുവാൻ കർത്താവ് കൃപ നൽകി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ തന്നെ, ബാംഗ്ലൂർ തന്നെ ഒരു കർത്താവിന്റെ ദാസന്റെ കീഴില് ഞങ്ങള് അവിടെ ശുശ്രൂഷയില് ഈ എനിക്ക് ഹെൽപ്പ് ചെയ്ത ഈ അങ്കിളിന്റെ വീട് ഒരു റൂം ഫ്രീ ആയിട്ട് കിടന്നു. അപ്പൊ SABC സയാക്സ് എന്ന് പറയുന്ന ഇടത്തിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ടാ അവിടെ ഒരു ഹോള് ഫ്രീ ആയിട്ട് കിടന്ന് എന്റെ അങ്കിൾ എല്ലാരും കൂടെ അവിടെ ഒരു ആരാധന തുടങ്ങി. ആ ആരാധന ഭയങ്കരമായിട്ട് വളർന്നു. പുത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ അങ്കിള് ഒരു സ്ഥലം മേടിച്ചിട്ടു. അപ്പൊ അത് ഞങ്ങൾ 3-4 ദൈവദാസന്മാര് കൂടെ വർക്ക് ചെയ്തു. അവിടെ സഭ കെട്ടി. അപ്പൊ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സുവിശേഷ വിരോധികളുടെ വലിയ പ്രശ്നങ്ങൾ അവിടെ നേരിടേണ്ടി വന്നു. ആ കാലഘട്ടത്തില് ഇന്ന് ഞാൻ ഓർക്കുന്നു, നമ്മുടെ റെനി ജോർജ് അങ്കിള്, അങ്ങനെയെന്ന് പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞ മെഡ്രാസ് മോഹൻ എന്ന് പറയും പുള്ളിയുടെ പേര്. ദൈവത്തിന്റെ ഓർഫനേജ് കുഞ്ഞുങ്ങൾ ഈ ചർച്ചിലാണ് ആരാധനയ്ക്ക് വരുന്നത്. SABCയിൽ ആരാധനയ്ക്ക് വരുന്ന കുഞ്ഞുങ്ങൾ കുറച്ചുപേര് ഇവിടെയാ വരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായി. ഇവിടെ സഭ ഭരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് സഭയെ ഞങ്ങൾ പല അവിടുത്തെ വരുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും ചർച്ചിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവിടെ വന്നപ്പോൾ കന്നഡ, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് അങ്ങനെ 4 സർവീസോളം അവിടെ ആരാധന നടക്കുക. അതിനുവേണ്ടി ഓരോ ദിവാസന്മാരുണ്ട്. അപ്പോൾ വളരെ ശക്തമായിട്ട് പ്രവർത്തനം വലുതായി വന്നപ്പോഴേക്ക് എതിർപ്പിന്റെ ഒരു അനുഭവത്തിലൂടെ സഭ കടന്നു പോവേണ്ടി വന്നു. പക്ഷെ ആ സമയത്ത് ആ സിറ്റി കമ്മീഷണർ ആയിരുന്നത് സാംഗ്ലിയാന എന്ന് പറയുന്ന ഒരു ദിവാസന. അപ്പോൾ ആ സമയത്ത് നമ്മുടെ റെനി ജോർജ് അങ്കിള് ഞങ്ങൾക്ക് ഒത്തിരി സഹായം ചെയ്തു. പുള്ളിയുടെ സപ്പോർട്ടും പോലീസുകാരുടെ പ്രൊട്ടക്ഷനുമായിട്ട് സഭ ഒരു പൂട്ടിയതാണ്. വീണ്ടും തുറന്ന് ആരാധനയൊക്കെ കണ്ടിന്യൂ ചെയ്തിരിക്കുമ്പോഴാണ് ഞാൻ അവിടെ വിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. എൻ്റെ വിഷൻ അവിടെ നിന്ന് മാറി നാട്ടിലേക്ക് വരുമ്പോഴാണ് എൻ്റെ അപ്പൻ ആ പഴയ പാത അങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഞാൻ ഫസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ ഇത് 2ാമത് കോളേജിൽ പഠിക്കുക. ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന TC ജോർജ് സാറിന്റെ, ഏണസ്റ്റ് ജോർജ് സാറിന്റെ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ
ആ സമയത്താണ് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ അപ്പൻ ഭയങ്കര മദ്യപാനി വീണ്ടും അതേ തുടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പാ ഞാൻ ഇന്നൊരു പാസ്റ്റർ ആകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ എവിടെയെങ്കിലും നിന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോ അവിടെ നിന്ന് ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറയും, നിന്റെ അപ്പനെ നേരെ ആക്കിയിട്ട് നീ ഞങ്ങളെ നേരെ ആക്കാൻ വാ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഞാൻ ആൾക്കാർക്ക് അടിക്കും. അപ്പോ അപ്പനൊരു കാര്യം ചെയ്യണം, എനിക്ക് വേണ്ടിയെങ്കിലും അപ്പൊ മാറണം, ഞങ്ങൾക്ക് വേണ്ടി മാറണം, മാറിയേ പറ്റൂ. കാരണം ഞങ്ങളുടെ ജീവിതം ഇനി ഈ മാർഗത്തിലൂടെയാണ്, ഇതിലൂടെയാണ് ഞങ്ങളുടെ ജീവിതം. അപ്പോ ആദ്യം എന്നെ തെറി വിളിച്ചു. അപ്പന്റെ കുടി മാറ്റാൻ വേണ്ടി ഞങ്ങൾ പല മരുന്നുകളും പല കാര്യങ്ങളും ചെയ്തൊന്നും നടത്തി. പക്ഷെ ഇപ്പോ ഞാൻ പറഞ്ഞപ്പോഴും അപ്പൻ എന്നെ തെറി വിളിച്ചു എന്നെ ഓടിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരു ദിവസം വന്ന് എന്നോട് ചോദിച്ചു, നീ സഭയിൽ എന്നാണ് പ്രസംഗിക്കുന്നത്? അപ്പൊ ഞങ്ങളിവിടെ സഭയിൽ ചർച്ചിലിരുന്ന് ആരാധിക്കുമ്പോ, റോഡ് സൈഡാ ചർച്ചിലിരുന്ന് ആരാധിക്കുമ്പോ അപ്പൻ ചായക്കടയിൽ ചെന്നിരുന്നിട്ട് പറയും, പന്നിയെ ഓട്ടിക്കോ അമ്മാര്, ഇങ്ങനെയൊക്കെ പരിഹസിക്കും. എന്നിട്ട് പറയും, ഇവന്മാര് വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് ബോളം ഉണ്ടാക്കുന്നത്, ആൾക്കാരെ പറ്റിച്ച് ജോലിയും കൂലിയും ചെയ്യാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ എന്നോടും പറയും, നീ ജോലിക്ക് വല്ലതും പോ, നീ എന്തിനാ ഇതെടുത്തോണ്ട് ഇറങ്ങിയെന്നൊക്കെ പഴിച്ച് എന്നെ പരിഹസി. അപ്പൊ അപ്പനോട് ഞാൻ പറയും, അപ്പാ ദൈവം എന്നെ വിളിച്ചു, എനിക്ക് ശുശ്രൂഷ ചെയ്യണം, അപ്പൻ സഭയ്ക്ക് വരണം. അപ്പൊ ഒരു ദിവസം എന്നോട് ചോദിച്ചു, നീ എന്നാ സഭയ്ക്ക് നീ എന്നാ പ്രസംഗിക്കുന്നു? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സമയം തരും, ഞാൻ ഈ ഞായറാഴ്ച പ്രസംഗിക്കും. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു, നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചിട്ട് ഒരു ദിവസം ഞായറാഴ്ച ഞങ്ങൾ നോക്കിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ, ഞാൻ ആരാധനയ്ക്ക് ഇരിക്കുമ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ബാക്ക് ബെഞ്ചിൽ വന്ന ഒരാൾ വന്നിരിക്കുക. അപ്പൊ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇത് വന്നു. അപ്പൻ അവിടെ നിന്ന് പ്രസംഗമൊക്കെ കേട്ട് വന്നിട്ട് പിറ്റേ ആഴ്ച മുതൽ കണ്ടിന്യൂ സഭയിൽ വരാൻ തുടങ്ങി. സഭയ്ക്ക് വേണ്ടി പിന്നെ പുള്ളിക്കാരൻ സ്നാനപ്പെടുന്നതിന് മുമ്പ് സഭ പണിയാൻ വേണ്ടിയിട്ടും പിരിവെടുക്കാനും പോകാനും ഓടാനും ഒക്കെ സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കാനും പുള്ളി മുന്നോട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോ ഈ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആൾക്കാർ പറയും, ഉമ്മാരെ കൊണ്ട് ശല്യമാ. കൂടെ പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. കൂടെ ഇരിക്കുമ്പോ ഇദ്ദേഹം പറഞ്ഞു, നമ്മൾ ആഹാരം കഴിച്ചിട്ടാ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അവര് 40 ദിവസവും 20 ദിവസവും 21 ദിവസവും ഭക്ഷണം കഴിക്കാതെ ദൈവസേനയിൽ ഇരുന്ന് കരയുന്നത് കൊണ്ടാണ് ഈ ദേശത്ത് വെളിച്ചം വന്നതെന്ന് പറഞ്ഞ് പുള്ളി ഉപദേശിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പുള്ളിക്കാരൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. സ്നാനപ്പെടണമെന്നൊക്കെ വലിയ ആഗ്രഹം തോന്നി. 3 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ വെച്ച് 1ാമത്തെ ദിവസം സഭയിൽ വന്ന് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവാത്മാവ് തന്നോട് ഇടപെട്ടതിന് ശേഷം സ്നാനപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. ഞായറാഴ്ച 3 മണിക്കാണ് സ്നാനം. ഇത് ഇപ്പോ ശനിയാഴ്ചയായി, വെള്ളിയാഴ്ചയായി, വെള്ളി ശനി ഞായർ 3ാമത്തെ ദിവസം സ്നാനം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് 2ാമത്തെ ദിവസം വെളുപ്പാക്കാലത്ത് പുള്ളിക്കാരനെ കാണാനില്ല. രാവിലെ നോക്കിയപ്പോ ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റ് ആരാധനയ്ക്ക് പോകാൻ വിളിച്ചപ്പോ അമ്മയോട് ചോദിച്ചു പറഞ്ഞു, നിന്റെ അപ്പനെ ഞാൻ കണ്ടിട്ടില്ല, ചായക്കടയിലെല്ലാം പോയി കാണും. പക്ഷേ നോക്കിയപ്പോ 10 മണിയായിട്ട് ആളിനെ കാണാനില്ല. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആരോടും പറയാതെ ഒരുങ്ങി തന്റെ നാട്ടിലേക്ക് പോയതാ ബസ് കയറി. അപ്പൊ പാസ്റ്റർ ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി പറയാനില്ല അപ്പൻ എവിടെയാന്നുള്ളത്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രാത്രി 9:30 മണിക്കുള്ള ബസ്സിൽ തിരിച്ചു വന്നപ്പോഴാ അപ്പനോട് ചോദിച്ചു, എവിടെ പോയതാ? അപ്പം പറഞ്ഞ് എന്റെ നാട്ടിൽ പോയതാ. ഞാൻ പറഞ്ഞു, നിങ്ങൾ നാളെ സ്നാനമല്ലേ, പിന്നെ എന്തിനാ ഇന്ന് പോയി ഉപവസിക്കണ്ടേ? പറഞ്ഞു, നാട്ടിലൊക്കെ ഉള്ളവരെയൊക്കെ കുറെ അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്, പോലീസ് കേസും പ്രശ്നങ്ങളൊക്കെ ആയിട്ടുണ്ട്, അവരോടൊക്കെ ക്ഷമ ചോദിക്കാൻ വേണ്ടി പോയതാ. അടുത്ത പുള്ളി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ സഹോദരിയോടൊക്കെ ഞാൻ പറയാൻ വേണ്ടി പോയതാ സ്നാനപ്പെടാൻ. അപ്പൊ സഹോദരി എന്ത് പറഞ്ഞു? സഹോദരി പറഞ്ഞു, നീ തുറയാൻ വേണ്ടി പോവും, അവളും നിന്നെ പിടിച്ച് ഇതിലാക്കിയോന്ന് ചോദിച്ച് പരിഹസിച്ച് പുള്ളിക്കാരെയും കളിയാക്കിയതിന് ശേഷം പുള്ളിക്കാരൻ ആ രാത്രി പറഞ്ഞു, എന്റെ ഭാര്യ ആയതുകൊണ്ടാണ്, അവളായതുകൊണ്ടാണ് എന്നോട് ഇത്രയും നാള് ക്ഷമിച്ചിരുന്നത്. ദൈവം അവൾക്ക് ദൈവത്തെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് മരണത്തിൽ നിന്നൊക്കെ അവൾ എന്നെ രക്ഷിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് എനിക്ക് മറക്കാൻ പറ്റില്ല, എനിക്ക് യേശുവിനെ വേണം. അവിടെ നിന്ന് സുവിശേഷം പറഞ്ഞ് പുള്ളിക്കാരിയോടൊക്കെ സുവിശേഷം പറഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് 3 മണിക്ക് ആൾക്കാരെല്ലാം കൂടി ബാൻഡ് തമ്പേറൊക്കെ അടിച്ച് റോഡേ ഈ കടന്നുപോയി ഒരു കുളത്തിലിറങ്ങി സ്നാനമേറ്റെന്ന്. സ്നാനമേറ്റ് വെളിയിൽ വന്ന് പുള്ളിക്കാരനെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. തിരുവത്താഴമെടുത്ത് അന്ന് മുതൽ എല്ലാം ഉപേക്ഷിച്ച് എല്ലാം കളഞ്ഞ്
പുള്ളി സ്നാനപ്പെടുന്നതിന്റെ രാത്രി തമിഴ്നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം രാത്രി സിഗരറ്റ് വാരി ബെഡിന്മേലിട്ടിട്ട് ഇരുന്ന് വലിക്കുകയായിരുന്നു രാത്രി മുഴുവൻ. ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ നന്നാവത്തില്ല. അപ്പോഴാ പുള്ളി പറയുന്നത് ഇന്നത്തോടെ ലാസ്റ്റ്, ഇനി നാളെ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പുള്ളി രക്ഷിക്കപ്പെട്ട് കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം കർത്താവ് ഞങ്ങളെ ഓരോരുത്തരായി അനുഗ്രഹിക്കാൻ തുടങ്ങി. ആദ്യം വിവാഹം കഴിച്ച, അതിനുശേഷം എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ആദ്യം വിവാഹം കഴിച്ചോ കർത്താവ് അവൻ അവിടെ നിന്നെല്ലാം വിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ വന്ന് വിവാഹം കഴിച്ചു. കുറച്ച് സ്ഥലം അവൻ അവിടെ മേടിച്ചു. ഈ വീടിന്റെ ഞങ്ങളുടെ 4 സെന്റ് വസ്തുവിന്റെ നേരെ ഓപ്പോസിറ്റ് അവന് കുറച്ച് സ്ഥലം, അന്ന് ഞാൻ ഓർക്കുന്നില്ല, കുറച്ച് സ്ഥലം മേടിച്ച് അവിടെ ഇപ്പോ ഒരു 2 നില വീടൊക്കെ വെച്ച് അവന് 2 പെൺകുഞ്ഞുങ്ങള്, 2 പേരും വിശ്വാസത്തിൽ, അവരും 4 പേരും ദൈവത്തെ ആരാധിക്കുന്നു. ഇന്ന് എൻ്റെ രണ്ടാമത്തെ ചേട്ടന് പാറയടിക്കുന്ന 2 യാക്യാമർ, ട്രാക്ടർ യാക്യാമർ പാറ തുറക്കുന്ന അത് 2 ഉണ്ട്. കാറുണ്ട്, ബൈക്കുകളുണ്ട്. 50 കിലോമീറ്റർ നടന്നെങ്കിലും കർത്താവ് അവരെ അനുഗ്രഹിക്കും. എൻ്റെ മൂത്ത ചേട്ടൻ അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ മൂത്ത ചേട്ടനാണ് രണ്ടാമത് വിവാഹം കഴിച്ചത്. ഫസ്റ്റ് കല്യാണം കഴിച്ചത് രണ്ടാമത്തെ ചേട്ടനാ. മൂത്തയാള് രണ്ടാമത്തെ ആള് വിവാഹം കഴിച്ച് പുള്ളിക്കാരൻ 2 കുഞ്ഞുങ്ങളെ, ഒരാണും ഒരു പെൺകുഞ്ഞുമാണ്. അവര് വേറൊരു സ്ഥലത്ത് സ്ഥലം മേടിച്ച് അവര് ഒരു വീടൊക്കെ വെച്ച് പണി തീർന്നിട്ടില്ല, കുറവുണ്ട്. പുള്ളി മേസ്ത്രി പണിയാണ്. നന്നായിട്ട് പുള്ളിക്കാരൻ നല്ലൊരു വിശ്വാസിയാണ്. 2 കുഞ്ഞുങ്ങളെയും ഭാര്യയും അവർ 4 പേരും നല്ല വിശ്വാസികളാണ്. സഭയ്ക്ക് മാതൃകയും ദൈവകൃപയോടുകൂടെ അസംബ്ലീസ് ഓഫ് ഗോഡില് അവർ ആരാധിച്ചു പോകുന്നു. രണ്ടാമത്തെ ചേട്ടന് അസംബ്ലീസ് ഓഫ് ഗോഡിലും ആരാധിച്ചു വരുന്നു. മൂന്നാമത്തെ ആളാണ് ഞാൻ. 2005 ഡിസംബർ 22-ാം തീയതി എൻ്റെ വിവാഹം കഴിഞ്ഞു. നെയ്യാർ ഡാമിൽ നിന്ന് രക്ഷിക്കപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചു. ഞങ്ങൾക്ക് ഒരു മോള്. ഞങ്ങളിപ്പോ പാറശാലയിൽ താമസിച്ച് തമിഴ്നാടിന്റെ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു ശുശ്രൂഷകനാണ്. എൻ്റെ കുഞ്ഞിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാട്ടുകാരിയാണ്. നല്ല കൃപയുള്ള ഒരു പൈതലാണ്. അവളുടെ പേര് കൃപ എന്നാണ് പേര്. എൻ്റെ അനുജൻ പുള്ളിക്കാരൻ ശുശ്രൂഷകനാണ്. പുള്ളിക്കാരന് ദൈവം അനുഗ്രഹിച്ചു. പുള്ളിക്കാരനും ഒരു സഭയുടെ പാസ്റ്ററായിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്, ഒരാണും ഒരു പെണ്ണും. 2 കുഞ്ഞുങ്ങൾ, ഭാര്യ. ഒരു സന്തോഷത്തോടെ ദൈവവേല ചെയ്യുന്നു. അവർക്കും ദൈവം 2 വീട് കൊടുക്കും. സ്തോത്രം. ഏറ്റവും ഇളയവന് കൂലിപ്പണിയാണ്. അവനും സന്തോഷമായിട്ട് ഇപ്പൊ അവനും 2 കുഞ്ഞുങ്ങളാണ്, സന്തോഷത്തോടെ ആയിരിക്കുന്നു. ദൈവകൃപയാണ് ഞങ്ങളെ ദൈവം ആ ലെവലിലേക്ക് കൊണ്ടുവന്നു. എല്ലാ മക്കളെയും എൻ്റെ അപ്പൻ കണ്ടു. ശുശ്രൂഷയിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. ഞാന് വീടിന്റെ തൊട്ടടുത്ത് തന്നെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ സ്ഥലം മേടിച്ചു. പക്ഷേ വീടൊന്നും വെച്ചിട്ടില്ല. ഇന്നും ഞങ്ങൾ അങ്ങനെ തന്നെ പൊക്കൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ നമ്മൾ വഴികളെ കർത്താവ് തുറക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ശുശ്രൂഷയുടെ മുഖത്ത് കർത്താവ് ഒത്തിരി സ്ഥലങ്ങളിൽ എന്നെ ഉപയോഗിച്ചു. ഇന്ത്യക്ക് അകത്തും പുറത്തും കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുവാൻ ഇടയായത്, കർത്താവിനെ രുചിച്ചറിയുവാൻ ഇടയായത്. ഓരോ നിമിഷവും ഓരോ വിഷയത്തിൽ. ഇന്ന് ഞാൻ അതിനുശേഷം എബിനേസർ തിയോളജിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് ഇപ്പോ ഈ കഴിഞ്ഞ വർഷം ഞാൻ MD കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ MDH ഫൈനൽ ഇയർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പോകുന്നിടത്തെല്ലാം കൺവെൻഷൻ പ്രാസംഗികനായിട്ടും പൊതു ശുശ്രൂഷയിലും സഭാ ശുശ്രൂഷയിലും പ്രവാചകനായിട്ടും കർത്താവ് ഒത്തിരി എന്നെ എൻ്റെ അനുജനെയും കർത്താവ് ഉപയോഗിച്ചു. അതിലുപരിയായിട്ട് തെരുവോരങ്ങളിൽ നിന്ന് പരസ്യോഗം നടത്തുവാൻ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്. ഒരുപാട് ഇടങ്ങളിൽ ഞങ്ങൾ കടന്നിരുന്ന കുടുംബമാണ്. ഞാനും എൻ്റെ ബ്രദറും എൻ്റെ മോളും. അവൾക്ക് ലീവുള്ളപ്പോൾ അവൾ നന്നായി പാടുന്നതുകൊണ്ട് എൻ്റെ കൂടെ കുറച്ച് ദൈവദാസന്മാർ ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് പല സ്ഥലങ്ങളിൽ ചെന്ന് പരസ്യങ്ങൾ നടത്തുന്നുണ്ട്. കർത്താവിനെ വിശ്വസിക്കുന്നവന് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കും. എൻ്റെ വിശ്വാസവും പ്രത്യാശയും ഞങ്ങളുടെ കുടുംബത്തിന്റെ പ്രത്യാശയൊക്കെ കർത്താവാണ്. ഇന്ന് അവരൊക്കെ ദൈവ സന്തോഷത്തോടെ ആയിരിക്കുവാൻ തോന്നും. എൻ്റെ അപ്പൻ ഒരു 4 വർഷമാകും നിത്യതയിൽ പ്രവേശിച്ചു. മരിക്കുന്നതിന് മുമ്പേ അപ്പന് കുടിക്കുന്ന
ഒരു സ്വഭാവമുള്ളതുകൊണ്ട്, മദ്യപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരൻ എന്ത് സംഭവിച്ചെന്ന്, ലിവർ ഡിസീസ് തന്നെ ബാധിച്ചു. ഭയങ്കരമാകുന്ന മരണത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുപോയി. പക്ഷെ താൻ ചെയ്ത തെറ്റുകൾക്ക് അനുഭവിക്കണമെന്നായിരിക്കണം, എനിക്കറിയില്ല. കുറവുകളുണ്ട്, മനുഷ്യനെ ദൈവം വിടുവിക്കും. പക്ഷെ ആ രോഗം തന്നെ ബാധിച്ചു. ഒത്തിരി മക്കളെ ഞാൻ തന്നെയാണ് ചർച്ചിൽ പോയിട്ട് വന്ന് ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി. ഒരു ദിവസം രാത്രി ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിൽ കിടക്കുമ്പോൾ അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന് എൻ്റെ അപ്പൻ അമ്മയോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവസാന സ്റ്റേജില് അമ്മയോട് പറഞ്ഞു, ഞാൻ നിന്നോട് നിന്റെ കുഞ്ഞുങ്ങളോട് ഒരുപാട് ദ്രോഹം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് രണ്ട് കൈയെടുത്ത് തൊഴുതെൻ്റെ അമ്മയോട് തൊഴുതിട്ട് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം വേണം. വെള്ളം ചോദിച്ചു. എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എന്നോട് പറഞ്ഞു, ആ അമ്മയോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളെ കണ്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല, അവരോട് ജീവിച്ചു കൊതി തീർന്നിട്ടില്ല. ഇപ്പോഴാണ് എനിക്ക് ജീവിക്കണമെന്നൊരു ആഗ്രഹം വന്നത്, പക്ഷെ എനിക്ക് സമയമായി. എല്ലാ കൊച്ചുമക്കളെയും കണ്ട് മക്കളുടെ നന്മകളെയും കണ്ടു, പ്രാർത്ഥിച്ചു. ഞാൻ പോകുന്നു, എൻ്റെ കുഞ്ഞുങ്ങളെ നന്നായി നോക്കിക്കൊള്ളണം. ഇതൊക്കെ പറഞ്ഞ് കണ്ണടച്ചു. ഒരു അനക്കവും ഇല്ലാതെ കണ്ണടച്ചു, നിദ്ര പ്രാപിച്ചു. അനേക ദൈവദാസന്മാർ, എന്നെ അറിയാന്നുള്ള ഞങ്ങളുടെ സഭയിലിരുന്ന ദൈവദാസന്മാർ, എന്നെ അറിയാന്നുള്ള ശുശ്രൂഷകന്മാർ, എൻ്റെ അനുജനെ അറിയാന്നുള്ള ശുശ്രൂഷകന്മാർ എല്ലാവരും വന്നു. ഒരു നല്ലൊരു അടക്കം ദൈവം ഒരു ശുശ്രൂഷ എൻ്റെ പിതാവിന് കൊടുത്തു. ഇന്ന് ദൈവമക്കളെ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നെന്താ സംഭവിച്ചതെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ വീട്ടുകാര് എല്ലാവരും, അപ്പൻ്റെ സ്വന്തങ്ങൾ, അപ്പൻ്റെ ചേട്ടൻ, എൻ്റെ അപ്പൻ്റെ മൂത്ത ഒരു സഹോദരനുണ്ട്. എൻ്റെ അപ്പൻ രണ്ടാമത്, അദ്ദേഹത്തിന് 2 സഹോദരന്മാർ ആണുങ്ങളുണ്ട്. എൻ്റെ പിന്നെ ഒരു സഹോദരി, 4 ആണുങ്ങളും ഒരു സഹോദരിയും. ഇന്ന് ദൈവകൃപയാൽ അപ്പൻ്റെ കുടുംബത്തിനകത്ത് 5 ശുശ്രൂഷകന്മാരുണ്ട്. ഇന്ന് സത്യമംഗലം, കോയമ്പത്തൂർ, ഈറോഡ് സത്യമംഗലത്ത് ഒരു വലിയ സഭയുടെ ശുശ്രൂഷകനായിട്ട് ഒരു കർത്താവിന്റെ ദാസൻ ഇരിക്കുന്നു. വീരപ്പന്റെ നാട്ടില് ഒരു വലിയ സഭയുടെ പാസ്റ്റർ. കർത്താവ് വളരെ ശക്തമാണ്. എൻ്റെ അപ്പൻ്റെ അനുജന്റെ ഒരു മകനാ, ഒരു ചേച്ചി അവിടെ ദൈവവേലയിലായിരുന്നു. എൻ്റെ ഒരു ചേട്ടനും ഒരു ദൈവവേലയിലായിരുന്നു. ഞാനും എൻ്റെ അനുജൻ 5 പേര് ഞങ്ങൾ ശക്തരായ ഒരു ശുശ്രൂഷകരായിട്ട് കർത്താവ് ഞങ്ങളെ നടത്തുന്നു. അമ്മയുടെ കുടുംബത്തില് പലരും രക്ഷിക്കപ്പെട്ട് ഉള്ളിൽ അകത്തേക്ക് വന്നു. പലരും TPM വിശ്വാസികൾ, ചർച്ച് ഓഫ് ഗോഡിന്റെ വിശ്വാസികൾ, AGയുടെ വിശ്വാസികൾ, IPCയിലെ വിശ്വാസികൾ, ഇങ്ങനെ പലരുമായി വിശ്വാസത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇന്ന് ഞങ്ങള് ദൈവം ഇത്രത്തോളം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവിനെ വിട്ട് കർത്താവിനെ വിട്ട് ഒരിടവും പോകാതെ ദൈവത്തിൽ പ്രത്യാശയോടുകൂടെ സ്നേഹത്തിൽ ദൈവത്തെ അറിഞ്ഞ അവന്റെ വിശ്വസ്തയോടെ മുറുകെ പിടിച്ച പാപം, ലോകം, പിശാച്, ജഡം ഇതൊക്കെ വിട്ടിട്ട് കർത്താവിനെ ആശ്രയിച്ച് മുന്നേറി പോകുന്നവർക്ക് സകലവിധ നന്മകളും അനുഗ്രഹങ്ങളുമുണ്ട്, വിശാലതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, പണത്തിന് വേണ്ടിയോ ധനത്തിന് വേണ്ടിയോ പൊസിഷന് വേണ്ടിയോ ഒന്നും കർത്താവിനെ വിട്ടുകളയാതെ ആ കർത്താവിനെ മുറുകെ പിടിച്ച് നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുവിനെ നമ്മൾ ചേർന്ന്, ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു, മോനേടാ, നീ വർഷിപ്പ് ലീഡ് ചെയ്യുന്നതൊക്കെ നല്ലതാ, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കീബോർഡ് വായിക്കുമ്പോഴും കണ്ണടച്ച് ദൈവത്തെ സ്തുതിക്കണം, നീ അഭിഷേകത്തിലാകണം, നീ 2 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങളെയൊക്കെ കണ്ടല്ലേ ഞങ്ങളും പഠിക്കുന്നതെന്ന്. അങ്ങനെ കുഞ്ഞിങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം പോലും വായിക്കണം, ഞങ്ങളെ ഒന്നും നോക്കരുതാരും. ആമേ. ഈ സാക്ഷ്യം നിങ്ങൾക്കൊരു ബലമായിരിക്കും, പക്ഷേ നോക്കേണ്ടത് കർത്താവിനെ. ആമേ. ഈ ലോകത്തില് ഒരുപാട് പേര് വീണു പോകാം, തളർന്നു പോകാം, പക്ഷെ അവരെയൊക്കെ നോക്കിയിട്ട് നിൽക്കാതെ നമ്മൾ ഓടിയിട്ടേ ഇരിക്കണം. ആമേ. വചനം പറയുന്നു, മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. നമ്മളെ കൂടെ നിന്നവരൊക്കെ മാറിപ്പോകും, പക്ഷേ ദൈവസന്നിധിയില് നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ അവസാനം വരെ കർത്താവിന്റെ സന്നിധിയിൽ ഓടുന്നുവെങ്കിൽ കർത്താവ് അനുഗ്രഹിക്കും. എനിക്ക് ഒരു വാക്കുകൂടെ, പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം കർത്താവ് എനിക്കാ വെച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾക്കും അത് പ്രാപിക്കുവാൻ കഴിയും. പൗലോസ് കോടികളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. സകലതും വിട്ട്
കർത്താവ് എല്ലാം ചപ്പും ചവറുമായി എണ്ണി കർത്താവിനെ ആശ്രയിച്ചപ്പോൾ ഇല്ലാത്ത പ്രതികൂലങ്ങളെല്ലാം വന്നു. പക്ഷേ തനിക്ക് മരണസമയത്ത് ഒരു പ്രത്യാശയുണ്ടായിരുന്നു, എന്റെ കർത്താവ് ഉണ്ടെന്നുള്ള. കഴുത്തിൽ വാള് വീഴുമ്പോഴും മരിച്ചു വീഴുമ്പോൾ ദൂതന്മാർ ഇറങ്ങി വന്ന് പ്രത്യാശനായി തന്നെ മരണത്തെ കൊണ്ട് ആഘോഷമാക്കി മാറ്റിയ ആ ദൈവ സാന്നിധ്യം. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും, ദൈവമക്കൾ മാത്രമല്ല ആരൊക്കെ കേട്ടാലും, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ കഷ്ടങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, വേദനകൾ ഇതെല്ലാം മാറ്റുവാൻ കർത്താവിനെ കൊണ്ട് കഴിയും. യേശുവിൽ വിശ്വസിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. ഇന്ന് കർത്താവ് ഞങ്ങളെ ഉപയോഗിക്കും. ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങളുടെ ജീവിതം ഇത് മതി, കർത്താവ് മതി. അവസാനം പാട്ടുകാരൻ പറയുന്നത്, ഒരു കൈത്തിരി പോലെ കത്തിയെരിഞ്ഞ് തിരുമാറോടങ്ങ് മറയണം കർത്താവിന്റെ സേനയില്. ആമേൻ. ലോകത്തില് കർത്താവ് എല്ലാം നന്മയ്ക്കായി നമുക്ക് ചെയ്തത്. നമുക്ക് എതിരുകൾ ഉണ്ടാകട്ടെ, പോരാട്ടങ്ങൾ ഉണ്ടാകട്ടെ, നമ്മളെ ദൂഷിക്കട്ടെ, നിന്ദിക്കട്ടെ, പക്ഷെ ഒരു സുപ്രഭാതത്തിൽ നമ്മൾ വെളിയിൽ വരുന്നവര് സമയമുണ്ട്. ബൈബിൾ പറയുന്നത്, ദരിദ്രന്റെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിലായി ഒരേ ഒരു നാഥനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. നിങ്ങൾ കേൾക്കണമോ? ഏത് ക്ഷേത്രത്തിൽ ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചപ്പോ അതിന്റെ മുമ്പിൽ നിന്ന്, ആ ഗ്രൗണ്ടിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കാൻ കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു. ആമേൻ. ഇന്ന് ഞങ്ങളുടെ കുടുംബം എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഇതുകൊണ്ട് ഞാൻ പറയുന്നത്, കർത്താവിന്റെ സേനയില് ഉറയ്ക്കുക, വിശ്വസിക്കുക, ദൈവത്തിന്റെ മഹത്വം കാണുവാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ കുടുംബത്തിന്റെ സഹോദരന് ദൈവദാസിക്കും ദാസനും നന്ദി അറിയിക്കുന്നു. ഈ ചാനലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ല ശുശ്രൂഷയില് ശക്തമായി അനേകവർക്ക് ഈ ചാനൽ ഒരു വിടുതലും അനുഗ്രഹമായി മാറട്ടെ. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ശബ്ദം കേൾക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിൽ. സ്വർഗീയ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ മിനിസ്ട്രിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ യൂട്യൂബ് മിനിസ്ട്രിയെ കർത്താവ് അനുഗ്രഹിച്ച് ഈ സാക്ഷ്യത്തെ കർത്താവ് അനേകരുടെ ഇടയിൽ എത്തിക്കുമ്പോൾ അവർക്കെല്ലാം ഒരു വിടുതലും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടതിനായി പ്രാർത്ഥിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, ദൈവകൃപ ഉണ്ടാകട്ടതിനായി പ്രാർത്ഥിക്കുന്നു. അടിയന്റെ നാമം, ഞാൻ അടിയനെ എല്ലാം പുകഴ്ത്തുന്നത് അങ്ങനെയാണ് കർത്താവ് പുകഴ്ത്തുന്നത്. അങ്ങ് രക്ഷിച്ചതായ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകാൽ കർത്താവെ, രോഗികളായിരിക്കുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ, മനസ്സു തകർന്നവർ, വേദനയിലായിരിക്കുന്നവർ, ജീവിതത്തിൽ ഒരു പ്രത്യാശയും ഇല്ലാതിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ബലമുള്ള കരം കർത്താവെ ഇപ്പോൾ തൊട്ട് അവരെയൊക്കെ സൗഖ്യമാക്കണം. അതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഒരു സെന്റ് വസ്തു പോലും ഇല്ലാതെ, ഒരു വീടില്ലാതെ, ഒരു നേരത്തെ ആഹാരമില്ലാതെ, വസ്ത്രമില്ലാതെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് കർത്താവെ. ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കൊരു മാറ്റം ഉണ്ടാകുവാൻ, യേശുവിനെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യാശ അവർക്കുണ്ടാകുവാൻ സ്വർഗം അനുഗ്രഹിക്കണം. അതിനായി പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇത് നിമിത്തം പലരും അനുഗ്രഹിക്കപ്പെടട്ടെ, മാനിക്കപ്പെടട്ടെ. അടിയനെ തന്നെ താഴ്ത്തുന്നു, ഏൽപ്പിക്കുന്നു. എല്ലാം നിന്റെ കരങ്ങളിലേക്ക് സ്വർഗം പ്രാർത്ഥന കേൾക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. പാസ്റ്ററെ, കർത്താവ് സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് ദൈവദാസന് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവ്, ഗോഡ് ബ്ലസ് യു പാസ്റ്റർ.